അരോമ ടി വിയുടെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ ധന്യതിര നാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരവുമായ നല്ല നിമിഷങ്ങൾക്കായി, നല്ല ദിവസത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ശ്രോതാക്കളോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവം, ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെക്കുറിച്ച് പങ്കുവയ്ക്കേണ്ടതിന് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത് കർത്താവിൻ്റെ ദാസൻ പ്രിയ കലേഷ് കുമാർ അവറുകളാണ്. തൻ്റെ ജീവിതാനുഭവം നമുക്ക് അവർക്ക് ശ്രദ്ധയോടെ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുകയും കേൾക്കുകയും ചെയ്യാം. ഒരു ഹൈന്ദവ കുടുംബത്തിൽ ജനിച്ച് വളർത്തപ്പെട്ട് RSS BJP പ്രവർത്തകനായിരുന്ന പ്രിയപ്പെട്ടവൻ്റെ ജീവിതത്തിലെ കർത്താവായ യേശു ക്രിസ്തു കടന്നു വന്നതായ അനുഗ്രഹിക്കപ്പെട്ട അത്ഭുതകരമായ ചില അനുഭവങ്ങൾ പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കുന്നു. പ്രേക്ഷകർക്ക് അത് അനുഗ്രഹമായി തീരും. തൻ്റെ ജീവിതത്തിൻ്റെ ചില വഴിത്താരകളിലൂടെ നാം ഒരുമിച്ച് ചില മിനിറ്റുകൾ നമുക്ക് സഞ്ചരിക്കാം. അത് തീർച്ചയായിട്ടും ഒരുപാട് നമ്മെ സ്വാധീനം ചെലുത്തുവാനിടയായി തീരുമെന്ന് എൻ്റെ പൂർണ്ണ വിശ്വാസമാണ്. ഇതേ അനുഭവത്തിലുള്ള അനേക പ്രിയപ്പെട്ടവരെ കർത്താവിലേക്ക് അത് വഴി നടത്തുവാൻ അത് മുഖാന്തരമായി തീരട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. മാത്രമല്ല, അരോമ ടിവിയുടെ ശ്രോതാക്കളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ വിവരം അറിയിക്കാം. എല്ലാ തിങ്കളാഴ്ചയും രാത്രി 9 മണി മുതൽ അരോമ ടിവിയുടെ ശ്രോതാക്കൾക്കൊരു വിശേഷാൽ പ്രാർത്ഥന നടന്നു വരുന്നു. നിങ്ങൾക്കും അതിൽ സംബന്ധിക്കാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ പ്രിയ കലേഷ് കുമാർ അവറുകളെ തുടർന്ന് സംസാരിക്കുന്നതിനായി തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി സമയം ചെലവഴിക്കുന്നതിനായിട്ട് ഞങ്ങൾ സ്വാഗതം ചെയ്തോളൂ. ദൈവത്തിന് സ്തോത്രം. എൻ്റെ പേര് പാസ്റ്റർ കലേഷ്. ഞാൻ കൊട്ടാരക്കര എന്ന പട്ടണത്തിൽ, അതിന് 3 കിലോമീറ്റർ അപ്പുറത്ത് കടലാവള എന്ന ഗ്രാമത്തിൽ ഒരു ഹൈന്ദവ പശ്ചാത്തലത്തിൽ ജനിച്ചു വളർത്തപ്പെട്ടു. എൻ്റെ അപ്പനും അമ്മയും എൻ്റെ ബാല്യകാലത്തിൽ ഒരു കൂട്ടുകുടുംബമായി എൻ്റെ അപ്പന്, അവർ മൊത്തം 9 മക്കളായിരുന്നു. ഞങ്ങൾ ഒരുമിച്ച് ഒരു ഭവനത്തിൽ ആയിരുന്നു വസിച്ചിരുന്നത്. എൻ്റെ അമ്മയും അപ്പനും എല്ലാം ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട്. എൻ്റെ ഭാര്യയുടെ പേര് രമ്യ. അവള് എൻ്റെ ശുശ്രൂഷയിൽ ഒത്തിരി തണലായി ഇപ്പോൾ എൻ്റെ കൂടെയുണ്ട്. ഞാൻ സ്തോത്രം ജനിച്ചു വളർന്ന ആ പശ്ചാത്തലം എൻ്റെ കുഞ്ഞുനാൾ മുതൽ, എൻ്റെ ബാല്യം മുതൽ ഞാൻ വളരെ ഹൈന്ദവ പശ്ചാത്തലത്തിൽ വളരെ ഭക്തിയുള്ളൊരു മനുഷ്യനായി ജനിച്ച് ജീവിച്ച്, ഇന്ന് കുഞ്ഞുങ്ങൾ സൺഡേ സ്കൂളിൽ പഠിക്കുന്നത് പോലെ എല്ലാ ഞായറാഴ്ചയും അമ്പലം, ഞങ്ങളുടെ തൊട്ടടുത്തുള്ളൊരു ഹൈന്ദവ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ എല്ലാ ഞായറാഴ്ചയും പോവുകയും ഭക്തിയോടെ ഭഗവത്ഗീത പഠിക്കുകയും, അങ്ങനെ എൻ്റെ പശ്ചാത്തലം എൻ്റെ ഭക്തിയോടെ വളർത്തപ്പെട്ട ഒരു പശ്ചാത്തലമാണ്. അതിൽ നിന്ന് ഞാൻ ഒത്തിരി ഭക്തനായിരുന്നു. എൻ്റെ കുഞ്ഞുനാൾ മുതൽ അമ്പലങ്ങളിൽ പോവുകയും ക്ഷേത്രങ്ങളിൽ പോവുകയും ഭക്തനായി വളരുകയും, അതുപോലെ എല്ലാ ദിവസവും എൻ്റെ ഭവനത്തിൽ രാമനാമജപം ചൊല്ലി വളരെ ഭക്തിയോടെ ജീവിച്ചിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. എൻ്റെ അപ്പൻ എൻ്റെ കുടുംബത്തിൽ ഏറ്റവും മൂത്ത മകനായിരുന്നു. ഞാനും മൂത്ത മകനായിട്ടാണ് എൻ്റെ കുടുംബത്തിൽ ജനിച്ചത്. എനിക്ക് ഒരു ചേച്ചിയുണ്ട്. കുടുംബം കുഞ്ഞുങ്ങളുമായി അവർ രക്ഷയുടെ അനുഭവത്തിലാണ്, സിസ്റ്റർ കവിത. അതുപോലെ തന്നെ അനിയനും കുടുംബവും എൻ്റെ കുടുംബത്തിൽ താമസിക്കുന്നു. ഇപ്പോൾ അവർ വിശ്വാസ ജീവിതത്തിൽ കടന്നു വന്നിട്ടില്ല. എൻ്റെ അനിയൻ്റെ പേര് അനിൽ കുമാർ എന്നാണ്. വൈഫ്, 2 കുഞ്ഞുങ്ങൾ, അവർ എൻ്റെ കുടുംബത്തിൽ താമസിക്കുന്നു. എൻ്റെ അപ്പനും അമ്മയും രക്ഷയുടെ അനുഭവത്തിലാണ്. അവർ എൻ്റെ കൂടെ ദൈവത്തെ ആരാധിക്കുന്നു. എൻ്റെ ബാല്യകാല ഓർമ്മയെന്ന് പറഞ്ഞാൽ, ഞാൻ സ്തോത്രം വളരെ ഭക്തിയോടെയും ദൈവത്തിന് വേണ്ടി ജീവിക്കുവാൻ ഇടവന്നു. പക്ഷെ എൻ്റെ കുഞ്ഞുനാൾ മുതൽ ഞാൻ എൻ്റെ കുടുംബത്തിന്, അല്ലെങ്കിൽ എൻ്റെ ഭവനത്തിന് ചുറ്റുപാടും അനേക വിശ്വാസികൾ ശാരോണിലും എപ്പിസിയിലും അതുപോലെ ഏജിയിലുമുള്ള അനേക വിശ്വാസികൾ എൻ്റെ ഭവനത്തിന് ചുറ്റുപാടും ഉണ്ടായിരുന്നു. എൻ്റെ ഫ്രണ്ട് സർക്കിളിലെല്ലാം
വിശ്വാസമുള്ളവർ അനേകരുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ കുഞ്ഞുനാളിൽ ഞാൻ ഓർക്കുന്നുണ്ട്, ഷാരോണിൽ ഒരു ഞായറാഴ്ച പ്രാർത്ഥനയ്ക്ക് പോയി എൻ്റെ ഫ്രണ്ട്സിനോട് അങ്ങനെ അനുഭവം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ യേശു കർത്താവിനെ രക്ഷിതാവ് സ്വീകരിക്കുവാനോ അല്ലെ അന്ന് യേശു ദൈവമാണെന്നോ എനിക്കത്ര അറിയത്തില്ലായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ എൻ്റെ വിദ്യാഭ്യാസം ഞാൻ നല്ല ഒരു ആവറേജ് പഠിക്കുന്ന ഒരു അനുഭവമാണ് എൻ്റെ ജീവിതത്തിൽ. പക്ഷേ 9ാം ക്ലാസ് കഴിഞ്ഞപ്പോഴത്തേന് എൻ്റെ വിദ്യാഭ്യാസത്തിൽ പരാജയം വന്നു. ഞാൻ ടോട്ടലി മൊത്തത്തിലൊരു ഞാൻ ഓർക്കുകയായിരുന്നു എൻ്റെ വിദ്യാഭ്യാസവും എൻ്റെ ആ ജീവിതത്തിൽ പരാജയത്തിലേക്ക് പോയി. ഞാൻ SLC 10ാം ക്ലാസ് പഠിക്കുമ്പോൾ കഷ്ടിച്ച് ഒരു ആവറേജ് മാർക്ക് വാങ്ങുവാൻ ഇട വന്നു. അത് കഴിഞ്ഞ് പ്രീ ഡിഗ്രിക്ക് പോയി. പക്ഷെ പ്രീ ഡിഗ്രി എല്ലാം പരാജയപ്പെട്ടു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ആർട്സ് മാനസിക ITI പഠിക്കാൻ പോയി. അവിടെയും വിദ്യാഭ്യാസം പരാജയപ്പെട്ടു. അതിനുശേഷം ഞാൻ സാനിറ്ററി ഇൻസ്പെക്ടർ കോഴ്സ് പഠിക്കുവാൻ ജയ്പൂർ എന്ന പട്ടണത്തിൽ പോയി. അവിടെ ഞാൻ ആ കോഴ്സ് പഠിച്ച് പൂർത്തീകരിക്കുവാൻ കാരണമായി തീർന്നു. അതിനുശേഷം ഞാൻ നാട്ടിൽ വരികയും സ്തോത്രം, എൻ്റെ മാതാവിൻ്റെ അനിയത്തി തിരുപ്പൂർ എന്ന പട്ടണത്തിൽ, തമിഴ്നാട്ടിലെ തിരുപ്പൂർ എന്ന പട്ടണത്തിൽ അവർ ജോലി ചെയ്യുകയാണ്, കുടുംബമായിട്ട് ജോലി ചെയ്യുന്നു. അങ്ങനെ എൻ്റെ ഉള്ളിലൊരു ആഗ്രഹം തമിഴ്നാട്ടിലേക്കൊന്ന് പോകണം എന്ന വലിയൊരു ആഗ്രഹം എൻ്റെ ഹൃദയത്തിലുണ്ടായി. സ്തോത്രം, അങ്ങനെ ഞാൻ സ്തോത്രം ആ തമിഴ്നാട്ടിലേക്ക് കടന്നു പോകാൻ കാരണമായി തീർന്നു. അവിടെ പോയി ഞാൻ അവിടെ ജസ്റ്റ് പോകുന്നത് അവിടെ എല്ലാം ഒന്ന് തമിഴ്നാട്ടിലൊക്കെ ഒന്ന് കാണുവാനും അവിടെ അവരെ ഒന്ന് അറിയാനൊക്കെ ആയി പോയത്. പക്ഷെ ഞാൻ അവിടെ പോകുന്ന സമയത്ത്, അവരുമായിട്ട് താമസിക്കുന്ന സമയത്ത് അതെല്ലാം ഒരു ദൈവിക വഴിയാണ് ഞാൻ വിശ്വസിക്കുന്നു. കേരളത്തിൽ എൻ്റെ കുടുംബത്തിന് അല്ലെങ്കിൽ അയൽക്കാരും ഒക്കെ ഒത്തിരി വിശ്വാസികളും ഒക്കെ ഉണ്ടായിരുന്നിട്ടും ഇവിടെ വെച്ച് എനിക്ക് യേശുവിനെ അറിയാൻ കഴിഞ്ഞില്ല. തമിഴ്നാട്ടിൽ പോയത് യേശുവിനെ അറിയാൻ ഒരു മുഖാന്തരമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. അങ്ങനെ ഞാൻ പോയി അവരുമായിട്ട് താമസിക്കുമ്പോൾ അവരുടെ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ഒരു മനുഷ്യൻ, അദ്ദേഹത്തിൻ്റെ പേര് അലക്സ് കെ മാത്യു എന്നാണ്. അദ്ദേഹം കോട്ടയം പാമ്പാടി എന്ന ദേശത്ത് താമസിക്കുന്നു. അദ്ദേഹത്തിൻ്റെ വീട് അവിടെയാണ്. അദ്ദേഹം വല്ലപ്പോഴും ഒക്കെ ഞങ്ങളുടെ ഈ കുടുംബത്തിൽ വരുവാൻ കാരണമായി തീർന്നു, അമ്മയുടെ അനിയത്തിയുടെ ഭവനത്തിൽ. അപ്പോൾ എന്നെ കാണുകയും എന്നോട് സ്നേഹാന്വേഷണങ്ങളൊക്കെ അറിയിക്കുകയും ചെയ്തു. അപ്പം ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ പറയാനിട വന്നു. പക്ഷെ ദൈവം എന്നെ സ്നേഹിക്കുന്നത് കൊണ്ടും അദ്ദേഹം എന്നിൽ ഒരു ദൈവഭക്തനാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. സ്തോത്രം. അപ്പം ഇദ്ദേഹം ദൈവരാജ്യത്തിന് പ്രയോജനമുള്ള ഒരു മനുഷ്യനായി ദൈവം ചേഞ്ച് ചെയ്യുമെന്ന് അദ്ദേഹത്തിന് ഒരു ഉറപ്പുണ്ടായതുകൊണ്ട്, അദ്ദേഹം എന്നിൽ ഒരു സ്നേഹം കണ്ടതുകൊണ്ടും ദൈവം യേശു കർത്താവ് എന്നെ സ്നേഹിക്കുന്നത് കൊണ്ടും അദ്ദേഹം എന്നോട് സുവിശേഷം യേശുവിനെ കുറിച്ച് പറയുവാൻ കാരണമായി തീർന്നു. ഞാൻ ആദ്യമൊക്കെ അത് നിരസിച്ചു, അദ്ദേഹത്തിൻ്റെ വാക്കുകളെ. യേശു കർത്താവിനെ നിരസിച്ചു എന്ന് വെച്ചാൽ ഞാൻ RSS പ്രവർത്തനമായതുകൊണ്ടും ഞാൻ നാട്ടിൽ കൊട്ടാരക്കരയിലായിരിക്കുമ്പോൾ RSSൻ്റെ പ്രവർത്തനം എന്ന് പറയുമ്പോൾ എന്ന് പറഞ്ഞാൽ ഈ മതപരിവർത്തനത്തിനെതിരെയും പാസ്റ്റർമാർക്കെതിരെയും സുവിശേഷത്തിനെതിരെയും ഒക്കെ ഞാൻ ശക്തമായിട്ട് പ്രതിരോധിച്ച് അല്ലെങ്കിൽ പ്രതികൂലമായി നിന്ന മനുഷ്യന്. അങ്ങനെ ഞാൻ വിശ്വസിക്കുന്നു, പൗലോസ് ക്രിസ്ത്യാനികൾക്ക് വിരോധമായ അധികാരപത്രത്തോടെ സഞ്ചരിക്കുമ്പോൾ പൗലോസിനെ ക്രിസ്തു തൊട്ടതുപോലെ, സ്തോത്രം, എൻ്റെ ഹൃദയത്തിൽ ഒരു ദൈവഭക്തനായതുകൊണ്ട്, ദൈവത്തിന് എന്നെ ആവശ്യമുള്ളത് കൊണ്ട്, സ്തോത്രം, ഇദ്ദേഹം നിരന്തരമായി സുവിശേഷം എന്നോട് പറഞ്ഞ് ആദ്യമൊക്കെ ഞാൻ റിജക്റ്റ് ചെയ്തു. ആ സമയത്തൊക്കെ ഞാൻ അഭിമാനം ചെയ്യുമായിരുന്നു. അതുകൊണ്ടൊന്നും RSS പ്രവർത്തനമായതുകൊണ്ടും ഒക്കെ ഞാനിത് അംഗീകരിച്ചില്ല. എന്നാൽ ഒരിക്കൽ ഇദ്ദേഹമായിട്ട് ഞാൻ ക്ലോസ് ആകുവാൻ, അല്ലെങ്കിൽ ദൈവം അങ്ങനെ ഒരു ബന്ധം തരുവാൻ ഇട വന്നതുകൊണ്ട് അദ്ദേഹം എന്നെ നിരന്തരമായി പ്രാർത്ഥനകൾക്ക് ഒക്കെ കൂട്ടിക്കൊണ്ടുപോകാനൊക്കെ നിർബന്ധിച്ചു. പക്ഷേ എൻ്റെ അമ്മയുടെ അനിയത്തിയുടെ ഭവനത്തിൽ താമസിക്കുന്നുണ്ട്, അതിനൊന്നും സാഹചര്യങ്ങൾ ഉണ്ടായില്ല. എന്നാൽ ക്രിസ്തു എന്നെ സ്നേഹിച്ചെന്ന്, ക്രിസ്തുവിൻ്റെ സ്നേഹം എൻ്റെ ഉള്ളിൽ ആ നിമിഷം മുതൽ എന്നെ കർത്താവിനെ തൊടാൻ തുടങ്ങി, അല്ലെങ്കിൽ ടച്ച് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഞാൻ ഇദ്ദേഹമായിട്ട് ഒരു വാച്ച് നൈറ്റ് സർവീസിന്, ഒരു തമിഴ് ആരാധനയ്ക്ക് ആദ്യമായിട്ട് പോകുവാൻ കാരണമായി തീർന്നു. സ്തോത്രം. അങ്ങനെ അവിടെ പോയിട്ട് പ്രാർത്ഥിച്ചു. പക്ഷെ എനിക്ക് പെട്ടെന്നൊന്നും ഫീൽ ചെയ്തില്ല, ഒന്നും തോന്നിയില്ല. അവർ തമിഴിൽ എന്തൊക്കെയോ പറയുന്നുണ്ട്, ഹിന്ദിയിൽ പറയുന്നുണ്ട്, സ്തോത്രം പറയുന്നുണ്ട്, ഒന്നും എന്നെ ടച്ച് ചെയ്തില്ല. പക്ഷെ ഒരിക്കൽ
അദ്ദേഹവുമായിട്ട് പാലക്കാട് ഒരു IPCയുടെ കൺവെൻഷൻ പോകുവാൻ കാരണമായി തീർന്നു. അവിടെ വെച്ച് സുരേഷ് ബാബു പാസ്റ്ററാണ് അന്ന് മെസ്സേജ് പറഞ്ഞത്, പരിശുദ്ധാത്മാവിനെ എൻ്റെ ഹൃദയത്തിൽ തൊടാൻ അതൊരു മുഖാന്തരമായി തീർന്നു. പരിശുദ്ധാത്മാവിനെ ടച്ച് ചെയ്തെന്ന് എനിക്ക് മനസ്സിലായി, ദൈവം എന്നെ തൊട്ടു എന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ എനിക്ക് സ്നാനപ്പെടാൻ യേശുവിന് വേണ്ടി ജീവിക്കണം എന്നൊരു തീരുമാനം ഞാൻ എടുത്തു. സ്തോത്രം. അങ്ങനെ 2001 ഞാൻ തമിഴ്നാട്ടിൽ നല്ല അഭിഷിക്തന്മാരുടെ കൈക്കീഴിൽ ഞാൻ വെള്ളത്തിൽ ഒരു വലിയൊരു ഡാമിലാണ്, അമരാവതി ഡാമിലാണ് ഞാൻ സ്നാനപ്പെടുന്നത്. 3 ദിവസം ഉപവാസത്തോടെ വളരെ ഭക്തിയോടെ സ്നാനപ്പെടണമെന്ന് എൻ്റെ ഹൃദയത്തിൽ ആഗ്രഹം തോന്നി. ഞാൻ എൻ്റെ വീട്ടിലൊന്നും അറിയിച്ചില്ല, ഞാൻ സ്നാനപ്പെടുകയാണെന്ന് പറഞ്ഞില്ല. അത് വളരെ വിഷയമായി തീരുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ സ്നാനപ്പെടുന്ന സമയത്ത് 10-30 പേര് സ്നാനപ്പെടാനുണ്ടായിരുന്നു. അങ്ങനെ അമരാവതി ഡാമിൽ ഞാൻ സ്നാനപ്പെടുമ്പോൾ എനിക്ക് വന്ന അനുഭവം, പരിശുദ്ധാത്മാവ് എന്നിൽ വന്ന് നിറയുവാൻ കാരണമായി തീർന്നു. സ്നാനപ്പെട്ട അതേ ടൈമില്ല, ആ സമയത്ത് തന്നെ വെള്ളത്തിൽ നിന്ന് മുങ്ങിപ്പൊങ്ങുമ്പോൾ പരിശുദ്ധാത്മാവ് എന്നെ തൊടുവാൻ കാരണമായി തീർന്നു. സ്തോത്രം. അന്ന് മുതൽ എനിക്ക് വളരെ ക്രിസ്തുവിന് വേണ്ടി ജീവിക്കണം, പരിശുദ്ധാത്മാവിനെ തൊട്ടു, അഭിഷേകം എന്നെ നിറച്ചു, കർത്താവിന് വേണ്ടി ശക്തമായി നിൽക്കണമെന്നൊരു ആഗ്രഹം ഉള്ളിൽ വന്നു. സ്തോത്രം. നാട്ടിലും അത് കഴിഞ്ഞിട്ട് എൻ്റെ പിതാവും മാതാവും ഒക്കെ ഇങ്ങനെ അറിയാനായിട്ട് തീർന്നു. ഞാൻ സ്നാനപ്പെട്ടു. അദ്ദേഹം എൻ്റെ പിതാവ് 1.5 വർഷത്തോളം എന്നോട് സംസാരിച്ചില്ല. എൻ്റെ മാതാവ് പറഞ്ഞു, നീ പോകുന്ന വഴിയിലൊന്നും ഞങ്ങൾ വരാൻ ചാൻസേ ഇല്ല. എന്നെ ഒറ്റപ്പെടുത്തുന്ന അനുഭവങ്ങളുണ്ടായി. എൻ്റെ അമ്മയുടെ അനിയത്തി, ആ കുടുംബം എന്നെ ഒറ്റപ്പെടുത്തി. ഞാൻ ഈ അലക്സ് മാത്യുവിൻ്റെ ഭവനത്തിൽ താമസമായി. അതുകൊണ്ട് എനിക്ക് മീറ്റിങ്ങുകൾക്ക്, പ്രാർത്ഥനകൾക്ക് പോകാനും എല്ലാം അതൊരു മുഖാന്തരമായി തീർന്നു. ഞാൻ കർത്താവിന് വേണ്ടി ജീവിക്കുവാൻ തീരുമാനിച്ചു. ഇനി ഞാൻ തീരുമാനിക്കുന്നതിന് മുമ്പ് എന്നെ ടച്ച് ചെയ്ത ഈ മനുഷ്യൻ്റെ, അല്ലെങ്കിൽ അലക്സ് കെ മാത്യുവിൻ്റെ കാറിൻ്റെ പുറകിൽ ഒരു വാക്യം ദൈവിക വചനമല്ല, ഒരു മനുഷ്യൻ ഹൃദയത്തിൽ തോന്നിയ ഒരു വാക്യം ഇങ്ങനെ എഴുതി വെച്ചിരുന്നു. ഹെൽ ഈസ് ഹോട്ട്, ഹെവൻ ഈസ് കോൾഡ്, ലൈഫ് ഈസ് ഷോർട്ട്, ടേൺ ടു ജീസസ്. അപ്പം എൻ്റെ ബാല്യകാല ജീവിതത്തിൽ, എൻ്റെ കുഞ്ഞുനാളിലെല്ലാം എനിക്ക് മരണഭയം ഉണ്ടായിരുന്നു. മരണഭയം. ഹല്ലേലൂയ. ഞാൻ മരണഭയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് സ്തോത്രം, ഞാനിപ്പോൾ മരിച്ചു പോകുമെന്നും, അല്ലെങ്കിൽ എന്നെ പഠിപ്പിക്കലുകൾ എൻ്റെ അമ്മ പറയാറുണ്ടായിരുന്നു. സ്തോത്രം. ഒരു ദൈവത്തിൻ്റെ ഫോട്ടോ നോക്കിയിട്ട് പറഞ്ഞു, ഈ ദൈവത്തിന് 2 കണ്ണല്ല 3 കണ്ണുണ്ട്. ഈ ഒരു കണ്ണ് തുറക്കുമ്പോൾ ലോകമെല്ലാം അവസാനിക്കും, എല്ലാവരും മരണപ്പെടും, തീയാൽ എല്ലാവരും മരണപ്പെടുമെന്നും ഒക്കെ എന്നെ പറഞ്ഞ് പഠിപ്പിക്കുന്ന അനുഭവം. അതുകൊണ്ട് എനിക്ക് ഒത്തിരി ഭയം ഉണ്ടായിരുന്നു. അതുകൊണ്ട് എന്തോ ഒരു അന്ധകാരം എൻ്റെ ജീവിതത്തിൽ എന്നെ അലട്ടിക്കൊണ്ടിരുന്നു. അങ്ങനെ എൻ്റെ വിദ്യാഭ്യാസത്തിൽ ഞാൻ പറഞ്ഞായിരുന്നു പരാജയപ്പെട്ടു പോയി. പക്ഷേ സ്തോത്രം, കർത്താവിൻ്റെ കരത്തിൽ ഞാൻ ആയതുകൊണ്ട്, ഇന്നും കർത്താവ് ജീവിക്കുന്നതുകൊണ്ട്, ഇന്ന് ഞാൻ കർത്താവിനെ സാക്ഷ്യപ്പെടുത്തുവാൻ, കർത്താവിൻ്റെ നല്ലൊരു സാക്ഷിയായി നിൽക്കാൻ കർത്താവിനെ സഹായിച്ചു. അങ്ങനെ ഞാൻ തിരുപ്പൂർ ദേശത്ത് ഒരു ചെറിയ ജോലിയിൽ പ്രവേശിക്കാൻ കാരണമായി തീർന്നു. ഞാൻ നാട്ടിൽ വരാൻ മുമ്പ് വളരെ പ്രയാസമായി. നാട്ടിൽ വന്നു കഴിഞ്ഞാൽ RSSകാർ എന്നെ അപായപ്പെടുത്തുമെന്നും, എന്നെ കൈകാലുകൾ വെട്ടുമെന്നും എൻ്റെ മാതാവിനോട് പറയുകയും വീട്ടിൽ കയറി ഭീഷണിപ്പെടുത്തുകയൊക്കെ ചെയ്തു. അങ്ങനെ ഞാൻ തിരുപ്പൂരിൽ തന്നെ സ്ഥിര താമസമാക്കി അവിടെ ഒരു ചെറിയ ജോലിയിൽ പ്രവേശിക്കാൻ കാരണമായി തീർന്നു. കർത്താവിന് വേണ്ടി ശക്തമായി പ്രയോജനപ്പെടുമല്ലോ എന്ന് ഞാൻ ആഗ്രഹിക്കുകയും അവിടെ ഒരു കൂട്ടായ്മയിൽ പോകുവാൻ ഇടവന്നു, തമിഴ് കൂട്ടായ്മ. പിന്നെ അതിനുശേഷം മലബാർ മിഷനിൽ വർക്ക് ചെയ്ത പാസ്റ്റർ പുരാവത്ത് എന്ന മനുഷ്യൻ തിരുപ്പൂർ ദേശത്തേക്ക് വരികയും ഞങ്ങൾ താമസിക്കുന്ന ഭവനത്തിൽ തന്നെ ഒരു കൂട്ടായ്മ ആരംഭിക്കുവാൻ കർത്താവ് സഹായിച്ചു. സ്തോത്രം. അത് വളരെ വലിയ അനുഗ്രഹമായിരുന്നു എനിക്ക്. ആ കർത്താവിൻ്റെ ദാസൻ വേദപുസ്തകം, ബൈബിള്, വചനങ്ങൾ എന്നെ പഠിപ്പിക്കുകയും അദ്ദേഹത്തിൻ്റെ ഒരു അസിസ്റ്റന്റ് ശുശ്രൂഷകനായിട്ട് അന്ന് മുതൽ അദ്ദേഹം എന്നെ നിയമിക്കുകയും, സ്തോത്രം, അദ്ദേഹം എന്നെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുകയും, അദ്ദേഹം പോകുന്ന ഭവനങ്ങളിലും ട്രാക്ട് കൊടുക്കാനും സുവിശേഷ ചെയ്യുവാനും എല്ലാം എന്നെ അദ്ദേഹം കൂട്ടിക്കൊണ്ടു പോവുകയും ചെയ്തു. അതുമല്ല, അദ്ദേഹം എന്നെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു. അദ്ദേഹം വചനങ്ങൾ എന്നെ പഠിപ്പിക്കുവാനിട വന്നു. വേദപുസ്തകം പഠിക്കുവാൻ കാരണമായി തീർന്നു. പരിശുദ്ധാത്മാവ് എല്ലാ രീതികളിലും എന്നെ ഉയർത്തുവാനും മാനിക്കുവാനും തുടങ്ങി. പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തികൾ കാണുവാൻ തുടങ്ങി. ഞാൻ പോകുന്ന ഭവനത്തിൽ അദ്ദേഹം എന്നെ കൊണ്ട് പ്രാർത്ഥിക്കും. ഞാൻ ചിന്തിക്കണം, എൻ്റെ ബാല്യകാലത്തിൽ തന്നെ, ആ യൗവന സമയത്തിൽ തന്നെ ഭൂതങ്ങൾ എൻ്റെ ശുശ്രൂഷയിൽ പുറത്തു പോകുവാൻ കാരണമായി തീർന്നു.
മാനസിക രോഗികൾ സൗഖ്യമാകുവാൻ കാരണമായി തീർന്നു. അങ്ങനെ ദൈവം വളരെ ശക്തമായി എന്നെ ആ പ്രായത്തിൽ തന്നെ ഉപയോഗിക്കുവാൻ തുടങ്ങി. അങ്ങനെ വളരെ വളരെ ശക്തമായിട്ട് ശുശ്രൂഷകളിൽ പ്രയോജനപ്പെടുവാൻ കാരണമായി തീർന്നു. നാട്ടിൽ വലിയ പ്രശ്നങ്ങളും പ്രതികൂലമൊക്കെ ഉണ്ടായി. ഞാൻ പിന്നെ നാട്ടിൽ വരുന്നത് വല്ലപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട്, രാത്രിയിൽ എൻ്റെ ഭവനത്തിൽ വരും. കടലാവള എന്ന ഗ്രാമത്തിൽ യാത്ര ചെയ്ത് വരും. 1-2 ദിവസം വീട്ടിൽ താമസിക്കും. പുറത്തിറങ്ങുവാൻ പറ്റത്തില്ല. വർഷങ്ങൾ അങ്ങനെ കടന്നുപോയി. വീട്ടിൽ പറയുന്ന ഈ പുറത്തുനിന്ന് ഇറങ്ങേണ്ട വിഷയമാകുന്നതിന് അങ്ങനെ ഇരിക്കുമ്പോൾ അങ്ങനെ ഒരു ഏകദേശം 10 വർഷത്തോളം ഞാൻ അങ്ങനെയായിരുന്നു. അങ്ങനെ എൻ്റെ വിദ്യാഭ്യാസം, അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഹൃദയത്തിൽ ആഗ്രഹമായിരുന്നു സാനിറ്ററി ഇൻസ്പെക്ടർ എല്ലാം പഠിച്ചതിന് ശേഷം ഒരു ഗവൺമെൻറ് ജോലിയിൽ പ്രവേശിക്കണം എന്നൊരാഗ്രഹം വന്നു. പക്ഷേ ദൈവത്തിൻ്റെ പദ്ധതി വേറെയായിരുന്നു. ദൈവത്തിന് എന്നെക്കുറിച്ച് ദൈവിക പദ്ധതികളും ദൈവിക നിയോഗങ്ങളും വേറെ ഒരു കാര്യമായതുകൊണ്ട് ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുന്ന ഒരു മനുഷ്യനാക്കി മാറ്റണമെന്ന ദൈവത്തിൻ്റെ പദ്ധതി ആയതുകൊണ്ട് ഞാൻ തിരുപ്പൂർ സ്ഥിരതാമസമായി അവിടെ കർത്താവിൻ്റെ വേലയിലും ജോലിയിലും ആയിരുന്നു. അങ്ങനെ 2010 ജനുവരിയിൽ എൻ്റെ വിവാഹം നടന്നു. കൊട്ടാരക്കര അറിയപ്പെടുന്ന പശുട്ടിനു ജോർജിൻ്റെ സഭയിൽ നിന്നൊരു സഹോദരി, എൻ്റെ വൈഫിൻ്റെ പേര് സിസ്റ്റർ രമ്യ എന്നാണ്. അങ്ങനെ 2010 എൻ്റെ വിവാഹം നടന്നു. എൻ്റെ ഭാര്യ, എൻ്റെ വൈഫ്, അവളുടെ സാക്ഷ്യം വളരെ വലിയൊരു സാക്ഷ്യം എന്ന് വെച്ചാൽ, ഞാൻ എൻ്റെ വിവാഹം ചെയ്യുന്ന സമയത്ത് എൻ്റെ വൈഫിന് കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്ത് 4-5 വർഷമായതേ ഉള്ളായിരുന്നു. സ്തോത്രം, ഹല്ലേലൂയ. അപ്പം എന്നെ വിശ്വാസം കൊണ്ടുവന്ന അദ്ദേഹം പോലും ചോദിച്ചു, ഇങ്ങനെ ഒരു റിസ്ക് എടുക്കണം എന്ന് വെച്ചാൽ കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്ത ഒരു മകളെ വിവാഹം ചെയ്യുക. പക്ഷേ ദൈവം എന്നോട് സംസാരിക്കാനിട വന്നു. എൻ്റെ പാസ് എന്നോട് പറഞ്ഞു, പുരാവത്ത് പാസ് എന്നോട് പറഞ്ഞു, ബ്രദർ വിവാഹം ചെയ്തതിന് ശേഷമാണ് വൈഫിന് ഇങ്ങനെ ഒരു അസുഖം വന്നാൽ ബ്രദർ സ്വീകരിക്കത്തില്ലേ, സ്തോത്രം തള്ളിക്കളയുമോ? അവ എൻ്റെ ഹൃദയത്തിൽ തോന്നി അങ്ങനൊരു സ്തോത്രം, അങ്ങനെ ഒരു തീരുമാനമെടുക്കുവാൻ എൻ്റെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് നിയോഗം തന്നു. ആ സമയത്ത് തന്നെ വൈഫ് പ്രാർത്ഥനയ്ക്ക് വന്ന കൂട്ടായ്മയിൽ എൻ്റെ വൈഫിൻ്റെ വീട്ടിൽ ഒരു മകളും ഒരു മകനുമാണ്. മകന് ജന്മന അവന് വൈകല്യമുള്ള ഒരു മകനാണ്. വൈഫിനും അവളുടെ 18ാമത്തെ വയസ്സിൽ ഇങ്ങനെ കിഡ്നി ഡിസീസ് വന്നു. അത് കഴിഞ്ഞ അദ്ദേഹത്തിൻ്റെ ഫാദർ കിഡ്നി ഡൊണേറ്റ് ചെയ്യും, ട്രാൻസ്പ്ലാന്റ് വഴിയും. അത് കഴിഞ്ഞൊരു വിവാഹം നടക്കത്തില്ല എന്ന് തീരുമാനിക്കുകയൊക്കെ അവർ തന്നെ തീരുമാനിച്ചു. അവർ ഇനിയൊരു വിവാഹം വൈഫിന് നടക്കത്തില്ല എന്ന്. പക്ഷേ ദൈവത്തിൻ്റെ പദ്ധതി വളരെ വലിയ പദ്ധതി. അവള് സുഖമില്ലായിരിക്കുന്ന സമയത്ത് തന്നെ അവിടെയും പരിശുദ്ധാത്മാവ് തിരുവനന്തപുരത്ത് വെച്ചൊരു മീറ്റിങ്ങിൽ പോകുവാനും അവിടെ വെച്ച് പരിശുദ്ധാത്മാവ് തൊടുവാനും സാഹചര്യം ഒരുക്കി. അങ്ങനെ പാസ്റ്റർ ജോർജിന്റെ സഭയിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് എൻ്റെ വിവാഹാലോചന വരുന്നത്. അപ്പം മറ്റു ബന്ധുക്കാരൊക്കെ പറഞ്ഞു, ഇനി ഈ വൈഫിൻ്റെ മാതാവിനോട് പറഞ്ഞു, ഒരു വിവാഹം നടക്കത്തില്ലല്ലോ, ഇനി ഇവിടെ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞ് ആര് കല്യാണം കഴിക്കാൻ? പക്ഷേ അന്ന് ഈ സമയങ്ങളിൽ അവരുടെ ദൈവസഭയിലെ ദൈവദാസൻ ഇങ്ങനെ പ്രവചന ദൂതമായി പറഞ്ഞു, കല്യാണം നടക്കത്തില്ല എന്ന് പറഞ്ഞ ഭവനങ്ങളിൽ ദൈവം വലിയൊരു അത്ഭുതം ചെയ്യാൻ പോകുന്നു, അവരുടെ വിവാഹം നടക്കാൻ പോകുന്നു. ഇവിടെ ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചു. ആ ആഴ്ചയാണ് ഞാൻ രമ്യയെ പെണ്ണ് കാണാനായിട്ട് ഭവനത്തിൽ ചെല്ലുന്നത്. സ്തോത്രം, അതെല്ലാം ദൈവ നിയോഗമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ കൂടെ വന്നവർ പോലും ഈ കല്യാണത്തിൽ നിന്ന് പിന്മാറണമെന്ന് പറഞ്ഞു. പക്ഷേ എൻ്റെ പാസ്റ്റർ എനിക്ക് വലിയൊരു സപ്പോർട്ട് തന്നു, കർത്താവിൻ്റെ ദാസൻ. അങ്ങനെയാണ് 2010 എൻ്റെ വിവാഹം നടക്കുന്നത്. അതിനുശേഷം ഞങ്ങൾ തിരുപ്പൂർ ഒരുമിച്ച് താമസിക്കുകയും, അങ്ങനെ യാദൃച്ഛികം എന്ന് പറയട്ടെ, ദൈവത്തിൻ്റെ പദ്ധതി വേറെ ആയതുകൊണ്ട് അവൾ ഏകദേശം ഒരു 6 മാസം കല്യാണം കഴിഞ്ഞ് ഏകദേശം 2010 ഒരു വർഷാവസാനം എൻ്റെ വൈഫിന് വീണ്ടും രോഗം പിടിപെട്ടു. ആ കിഡ്നി ഡാമേജ് ആകുവാൻ കാരണമായി തീർന്നു. സോ അത് വലിയൊരു അത്ഭുത സാക്ഷ്യമാണ്. അത് കഴിഞ്ഞ് വൈഫിനുണ്ടായ അത്ഭുതങ്ങളും ദൈവം പ്രവർത്തിച്ച ദൈവിക പദ്ധതികളും ദൈവം വെളിപ്പെട്ടതും ദൈവിക ദർശനങ്ങളും തന്നതെല്ലാം എൻ്റെ വൈഫ് അടുത്ത ദിവസങ്ങളിൽ ആരോമ ചാനലിൽ സാക്ഷ്യം പറയുന്നുണ്ട്. അത് അവൾക്ക് കൊടുത്ത നിയോഗമായതുകൊണ്ട് അതിലോട്ട് ഞാൻ കടക്കുന്നില്ല. സ്വതം അങ്ങനെ ഞങ്ങൾ അനേക ഹോസ്പിറ്റലുകളിൽ കയറി. അവിടെ എല്ലാം അനേക ഡയാലിസിസുകൾ എൻ്റെ വൈഫ് ചെയ്തു.
സ്തോത്രം. അങ്ങനെ സാമ്പത്തികം ഞാൻ അങ്ങനെ തിരുപ്പൂർ ജോലിയെല്ലാം വിട്ട് ഉപേക്ഷിച്ച് നാട്ടിൽ വരേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങളുണ്ടായി. അങ്ങനെ നാട്ടിൽ വന്നു. ടിനി ജോർജ് പാസ്റ്ററുമായിട്ട് ചേർന്ന് ഞാൻ അവിടെ ശുശ്രൂഷയിലായിരുന്നു. ഏകദേശം ലാസ്റ്റ് ഒരു 8 വർഷത്തോളം കർത്താവിൻ്റെ ദാസനോട് ചേർന്ന് കർത്താവിൻ്റെ വേലയിലായിരുന്നു. ദൈവം അവിടെയെല്ലാം നമ്മളെ സൂക്ഷിക്കുകയും ബലപ്പെടുത്തുകയും ശക്തീകരിക്കുകയും ചെയ്തു. എൻ്റെ വൈഫും അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു 2014 സ്വന്തം അനേക ഡയാലിസിസ്, അനേക ഹോസ്പിറ്റലുകൾ, CMC വെല്ലൂർ മുതൽ ലേക്ക് ഷോർ മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ, അങ്ങനെ ഒരുപാട് ഹോസ്പിറ്റൽ വൈഫിന് ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടതായിട്ട് വന്നു, ഡയാലിസിസ് ചെയ്യേണ്ടതായിട്ട് വന്നു. പക്ഷെ ഞങ്ങളുടെ വിശ്വാസം കൈവിട്ടില്ല. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ ഇവിടെ വന്നു. അതിനിടയിൽ വൈഫിനോട് സ്വർഗത്തിൽ ദൈവം ഇടപെടുവാൻ തുടങ്ങി. സ്തോത്രം. ഞങ്ങൾ വിശ്വാസത്തോട് പറയുവാൻ കാരണമായി തീർന്നു. ഞങ്ങൾ ജീവനോടെ ഇരുന്ന് ദൈവത്തിൻ്റെ നാമത്തെ വർണ്ണിക്കും. സ്തോത്രം. ഒത്തിരി പ്രതികൂലങ്ങൾ വന്നു. ബന്ധുമിത്രാദികൾ, ചാർച്ചക്കാരെല്ലാം ഞങ്ങളെ ഉപേക്ഷിക്കുവാൻ കാരണമായി തീർന്നു. നിങ്ങൾ സ്തോത്രം യേശുവിനെ, നമ്മുടെ കുടുംബക്ഷേത്രവും വിശ്വാസവും എല്ലാം വിട്ട് യേശുവിനെ പിൻപറ്റിയത് കൊണ്ടാണ് ഇങ്ങനെ വീണ്ടും സംഭവിക്കുന്നത് എന്ന് അനേകർ പറയുവാൻ കാരണമായി തീർന്നു. RSSകാരും നാട്ടുകാരും എല്ലാം ഞങ്ങൾക്ക് വിരോധമായി തീർന്നു. വൈഫിന് കൊല്ലത്ത് NS ഹോസ്പിറ്റൽ ഡയാലിസിസ് സമയത്ത് ഞങ്ങൾ ഒത്തിരി പ്രതികൂലത്തിലൊരു സാമ്പത്തിക ബുദ്ധിമുട്ട് ചർച്ചക്കാരിൽ നിന്നും നാട്ടുകാരിൽ നിന്നെല്ലാം വളരെ പ്രതികൂലമുണ്ടായി. അവിടെല്ലാം ദൈവം ശക്തമായി ഞങ്ങളുടെ വിശ്വാസം, ഞങ്ങളുടെ ഉള്ളിൽ ദൈവമിട്ട വിശ്വാസം വളരെ വലുതായിരുന്നു. ഹല്ലേലൂയ. സ്തോത്രം. ദൈവത്തിന്റെ വചനത്തിൽ പറയുന്നുണ്ടല്ലോ, മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയിൽ അടിമകളായിരുന്ന നമ്മളെ വിടുവിച്ചു എന്ന് ദൈവത്തിന്റെ വചനത്തിൽ പറയുന്നത് പോലെ ഞങ്ങൾ വിശ്വസിക്കുവാൻ കാരണമായി തീർന്നു. ഞങ്ങൾ ഓരോ ദിവസവും വിശ്വാസം പറയാൻ തുടങ്ങി. ഹല്ലേലൂയ. അവളുടെ വിശ്വാസം വളരെ വലിയ വിശ്വാസം. ഹല്ലേലൂയ. സ്തോത്രം. ശവക്കുഴി തുറന്ന് നിന്നെ പുറത്തു കൊണ്ട്, യെഹെസ്കേൽ പ്രവചനത്തിൽ പറയുന്നത് പോലെ അവളെ സ്തോത്രം ശവക്കുഴി തുറന്ന് പുറത്തു കൊണ്ടുവന്ന് ഇന്നും ജീവനോടെ, ആരോഗ്യത്തോടെ, ബലത്തോടെ എൻ്റെ ശുശ്രൂഷയ്ക്ക് കൈത്താങ്ങായി അവളും കൂടെ ഉണ്ട്. സ്തോത്രം. ഒരു ജോലി സംബന്ധിച്ച് അവളെ ഇപ്പം എറണാകുളത്തായിരിക്കുന്നു. സ്തോത്രം. ഞങ്ങൾക്കൊരു ചെറിയ സഭ, ഞാൻ ടിനി ജോർജിൻ്റെ സഭയിൽ ശുശ്രൂഷയിലായിരിക്കുമ്പോൾ തന്നെ എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 2018 ഞങ്ങൾ ഹോസ്പിറ്റൽ ട്രീറ്റ്മെൻറ്റിൽ ഇരിക്കുമ്പോൾ ദൈവം ഞങ്ങളോട് സംസാരിക്കുവാനിട വന്നു. ഒരു സഭയെക്കുറിച്ച് ഒരു ദൈവദാസൻ എന്നെ അന്ന് വെളുപ്പിന് 2018 ഒരു ദിവസം വെളുപ്പിന് ഒരു ദൈവദാസൻ തിരുപ്പൂരിൽ നിന്ന് വിളിക്കുവാൻ കാരണമായി തീർന്നു. ഇങ്ങനെ അദ്ദേഹം എന്നോട് പറഞ്ഞു, കർത്താവിൻ്റെ ദാസനെ, ബ്രദറെ, ഇപ്പോൾ പ്രയാസത്തിലും പ്രതികൂലത്തിലൊക്കെ ആണല്ലോ, പക്ഷേ ദൈവം നിങ്ങളെ പൂർണ്ണ സുവിശേഷത്തിലേക്ക് നിങ്ങളെ കൊണ്ടുവരും. നിങ്ങൾ പൂർണ്ണമായി സുവിശേഷ വേല ചെയ്യുവാണ് ദൈവത്തിന്റെ പദ്ധതി. പക്ഷെ എൻ്റെ ആഗ്രഹം അതൊന്നുമല്ലായിരുന്നു. വൈഫിന്റെ ട്രാൻസ്പ്ലാന്റ് എങ്ങനെയെങ്കിലും ചെയ്യണം. ഒരു കിഡ്നി എവിടെന്നെങ്കിലും ലഭിച്ചാൽ ഒരു ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞിട്ട് എനിക്ക് എവിടെയെങ്കിലും വിദേശത്ത് ഒരു ജോലിക്ക് പോകണമെന്നുമായിരുന്നു ആഗ്രഹം. അങ്ങനെ കർത്താവിന്റെ വേലയ്ക്ക് സുവിശേഷ വേലയ്ക്ക് സപ്പോർട്ട് ചെയ്യണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. പക്ഷെ ദൈവത്തിന്റെ പദ്ധതി അതായിരുന്നില്ല. സ്തോത്രം. അദ്ദേഹം എന്നോട് പറഞ്ഞു, നിങ്ങൾ പൂർണ്ണ സുവിശേഷ വേലയിലേക്ക് മാറേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ഏകദേശം 2014 ഇവളുടെ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞു. ഞങ്ങൾ നാട്ടിൽ സ്ഥിര താമസമായി. ടിനി ജോർജുമായിട്ട് ഒരുമിച്ച് ഞാൻ ശുശ്രൂഷകളിലെ അദ്ദേഹത്തിൻ്റെ പ്രെയർ ലൈനിൽ ഞാൻ ഫുൾ ടൈം പ്രാർത്ഥിക്കുവാനായിട്ട് അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ എനിക്ക് ജോലി ലഭിച്ചു. അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷകളിൽ പല മീറ്റിങ്ങുകളിൽ പങ്കെടുക്കുവാനും ഒരു കൊട്ടാരക്കര എന്ന ദേശത്തിൻ്റെ ഏരിയയുടെ ഒരു മിനിസ്റ്ററായിട്ട് ഇരിക്കാനെല്ലാം കർത്താവ് എനിക്ക് നിയോഗം തന്നു. ഞാൻ എൻ്റെ വൈഫും ശക്തമായ ദൈവരാജ്യത്തിന് വേണ്ടി ഓടുവാൻ കാരണമായി തീർന്നു. സ്തോത്രം. അങ്ങനെ അത്ഭുത സാക്ഷ്യത്തോടെ ദൈവം ഞങ്ങളെ നാട്ടിൽ നിർത്തുവാൻ കാരണമായി തീർന്നു. ഞങ്ങളെ നിന്ദിച്ചവരുടെ മുമ്പിൽ, ഞങ്ങളെ സ്തോത്രം, ഞങ്ങളെ തള്ളിക്കളഞ്ഞവരുടെ മുമ്പിൽ ശബ്ദത്തിൽ ദൈവം ഞങ്ങളെ മാനിക്കുവാൻ കാരണമായി തീർന്നു. ഹല്ലേലൂയ. ഞങ്ങളുടെ നാട്ടുകാരും എന്നെ സ്തോത്രം കുറ്റം പറഞ്ഞ് RSSകാരും എല്ലാം അവരെല്ലാം അനുകൂലമായി തീർന്നു. സ്തോത്രം. അവരിപ്പോഴും എന്നെ പാസ്റ്ററാണ് വിളിക്കുന്നത്. അനേക RSSകാരുടെ മുമ്പിൽ എനിക്ക് പോയി നിൽക്കുവാൻ യോഗ്യതയില്ലായിരുന്നു. പക്ഷെ അവരെല്ലാവരും ഇപ്പോൾ അതിനെല്ലാം അനുകൂലത വെളിപ്പെട്ടു. എന്ന് വെച്ചാൽ എൻ്റെ വൈഫ് സാക്ഷ്യത്തോട് ഉയർത്തെഴുന്നേറ്റത് കൊണ്ട്, ജീവനിൽ നിന്ന് മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കടന്നതുകൊണ്ട്, സ്തോത്രം, വേഷത്തും ബന്ധുമിത്രാദികളുടെ മുമ്പിലെല്ലാം സ്വർഗത്തിലെ ദൈവം ഞങ്ങളെ മാനിക്കുവാൻ കാരണം മാറ്റുന്നു. സഭയിൽ പോലും അവർക്ക്, എൻ്റെ പാസ്റ്ററിന് പോലും
ഒരു പ്രതീക്ഷയുമില്ലായിരുന്നു. സ്വന്തം വൈഫ് ജീവനോടെ പുറത്തു വരുമെന്ന്. പക്ഷേ വൈഫിന്റെ വിശ്വാസം, വലിയ വിശ്വാസം, വചനത്തിൽ പറയുന്നതിന്റെ വിശ്വാസം വലിയൊരു വിശ്വാസം കാരണം സ്വതം അവള് ജീവനോടെ ഇപ്പോഴും കർത്താവിന്റെ സന്നിധിയിൽ നീതിയോട് നിൽക്കുവാൻ കർത്താവ് സഹായിച്ചു. അതുപോലെ ഞങ്ങളെയും ശുശ്രൂഷയിൽ പല മേഖലകളിൽ ശുശ്രൂഷ ചെയ്യുവാൻ കർത്താവ് കാരണമായി തീർന്നു. അങ്ങനെ ദൈവം തന്ന ദർശനം അനുസരിച്ച് ഞങ്ങൾക്ക് ഒരു സ്വന്തം മിനിസ്ട്രി ആരംഭിക്കുവാൻ, എന്നുവെച്ചാൽ വൈഫ് സുഖമില്ലാതിരിക്കുന്ന, ഡയാലിസ് ചെയ്യുന്ന സമയത്ത് ദൈവിക ദർശനത്തിലൂടെ ദൈവം ഇടപെട്ടു. സ്വതന്ത്രം ദൈവസഭയുടെ പേര് തന്നെ കർത്താവ് പ്രൈസ് കോഡ് മിനിസ്ട്രി എന്നാണ് ദൈവം വെളിപ്പെടുത്തുക. അങ്ങനെ ഒരു മിനിസ്ട്രി കഴിഞ്ഞ 3 വർഷത്തിന് മുമ്പ് തുടങ്ങുവാൻ കാരണമായി തീർന്നു. കൊട്ടാരക്കര എൻ്റെ ഗ്രാമത്തിൽ തന്നെ, കടലാവള എന്ന ഗ്രാമത്തിൽ തന്നെ ഒരു മീറ്റിംഗ് പ്രാർത്ഥിച്ച് തുടങ്ങുവാൻ ദൈവം നിയോഗം തന്നു. അങ്ങനെ സ്വതന്ത്രം ഞാൻ ചർച്ച പ്രാർത്ഥിച്ചു തുടങ്ങുന്നത് എൻ്റെ എന്നെ പഠിപ്പിച്ച ഏജിയില സഭയിലുള്ള എൻ്റെ ഒരു അധ്യാപകനാണ്. അദ്ദേഹമാണ് വന്ന് എൻ്റെ പ്രാർത്ഥന അല്ലെങ്കിൽ ചർച്ച സ്തോത്രം പ്രാർത്ഥിച്ച് ആരംഭിക്കുവാനായിട്ട് അദ്ദേഹം വരികയും അദ്ദേഹത്തിന് ഞങ്ങളെ ഒത്തിരി വിശ്വാസവും ഞങ്ങളെ ഒത്തിരി സ്നേഹിക്കുന്ന ഒരു മനുഷ്യൻ. സ്തോത്രം. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിന് വളരെ അനുഭവം ഉണ്ടായിട്ടുണ്ട്. പാസ്റ്റർ എല്ലാവരും എനിക്ക് തോന്നുന്നു ആരംഭ ചാനലിൽ അദ്ദേഹം വന്നിട്ടുണ്ട്. പാസ്റ്റർ സോളമൻ 25 വർഷത്തോളം സ്തോത്രം സുഖമില്ലാതെ കിടന്ന വൈഫിനെ ചികിത്സിക്കുകയും, അപ്പോൾ അദ്ദേഹം എന്നെ ഒത്തിരി സ്നേഹിക്കാൻ കാരണം ഇതുപോലെ തന്നെ ട്രാൻസ്പ്ലാന്റ് ചെയ്ത, അല്ലെങ്കിൽ എൻ്റെ വിവാഹത്തിന് മുമ്പേ ട്രാൻസ്പ്ലാന്റ് ചെയ്തൊരു മകളെ വിവാഹം കഴിക്കുവാനായിട്ട് ബ്രദർ തയ്യാറായല്ലോ. അതുപോലെ കഴിഞ്ഞ 10 വർഷങ്ങളുള്ള രോഗാവസ്ഥയിലായിരുന്ന സമയത്തെല്ലാം സ്നേഹിക്കുകയും കരുതുകയും, എൻ്റെ വൈഫിനെ സ്നേഹിക്കുകയും കരുതുകയും. ഇപ്പോൾ ഈ ലോകത്തിൽ നമുക്ക് കാണുവാൻ കഴിയും, ചെറിയൊരു വിഷയം ഉണ്ടാകുമ്പോൾ ഡൈവോഴ്സ് ചെയ്യുന്ന ഒരു ലോകം. അത് വിശ്വാസ ഫാമിലിയിലായാലും ദൈവത്തിനെ വിശ്വസിക്കുന്നവരായാലും അങ്ങനെ സംഭവിക്കുന്നുണ്ട്. പക്ഷേ ഞാൻ എൻ്റെ വൈഫിനെ സ്നേഹിക്കുകയും കരുതുകയും അവൾക്ക് പ്രശ്നങ്ങൾ പ്രതികൂലം വന്നപ്പോഴെല്ലാം കൂടെ നിന്ന് സഹായിക്കുകയും ശാരീരികമായും സാമ്പത്തികമായും പ്രാർത്ഥന ലെവലുകളിലെല്ലാം ഞങ്ങൾ പ്രാർത്ഥിച്ച് ഒരുമിച്ച് സന്തോഷത്തോടെ സ്തോത്രം കർത്താവിനെ ജീവനോടെ ഞങ്ങളെ നടത്തുമെങ്കിൽ ദൈവത്തിന് വേണ്ടി ശക്തമായി നിൽക്കുമെന്നുള്ളൊരു നിയോഗം ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുകയും ഞങ്ങൾ തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്തു. അത് ദൈവം കണ്ടു ഞാൻ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. അങ്ങനെ യേശുവിലേക്ക് തിരിയാനുള്ള ആ ടേണിംഗ് പോയിന്റ് ഞാൻ പറഞ്ഞത്, സ്തോത്രം, യേശുവിൽ വിശ്വസിച്ചാൽ നരകത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക് പോകുവാൻ കഴിയും. ഹെൽ ഈസ് ഹോട്ട്, ഹെവൻ ഈസ് കൂൾ, ലൈഫ് ഈസ് ഷോർട്ട്, ടേൺ ടു ജീസസ്. യേശുവിലേക്ക് തിരിഞ്ഞാൽ നിന്റെ നരക ജീവിതത്തിൽ, അല്ലെങ്കിൽ നിന്നെ സ്വതം എല്ലാ ഹൈന്ദവ മാർഗത്തിലും എല്ലാ ജാതികളിലും എല്ലാ മതങ്ങളിലും വിശ്വസിക്കുന്നു ഒരു മനുഷ്യന് മോശമുണ്ട്, അല്ലെങ്കിൽ ഒരു സ്വർഗമുണ്ട് എന്ന് വിശ്വസിക്കുന്നു. പക്ഷേ യേശു കർത്താവിലൂടെ അല്ലാതെ സ്വർഗരാജ്യത്തേക്ക് പ്രവേശിക്കാൻ കഴിയത്തില്ലെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുകയും ഞാൻ അങ്ങനെ രക്ഷയുടെ അനുഭവത്തിൽ വന്ന് സ്നാനപ്പെട്ട് കർത്താവിനോട് ചേർന്ന് ജീവിച്ച സമയങ്ങളിൽ ദൈവനോട് സംസാരിക്കുവാനെല്ലാം കാരണമായി തീർന്നു. ആ ഒരു ഒറ്റ കാരണം കൊണ്ടാണ് ഞാൻ വൈഫിനെ രമ്യയെ സ്വീകരിക്കുവാനെല്ലാം കാരണമായി തീർന്നത്. അങ്ങനെ നാട്ടിൽ കർത്താവിൻ്റെ വേല ശക്തമായി ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ പ്രൈസ് കോഡ് മിനിസ്ട്രി എന്ന ഒരു മിനിസ്ട്രിക്ക് അത് രൂപം കൊടുക്കുകയും കഴിഞ്ഞ 3 വർഷമായി, ലാസ്റ്റ് 3 വർഷമായി ആ ശുശ്രൂഷയുടെ ഭാഗങ്ങളിൽ മേഖലകളിലായിരിക്കുന്നു. കടലാവളയിൽ നിന്ന് കൊട്ടാരക്കര പട്ടണത്തിലേക്ക് ഞങ്ങളുടെ ചർച്ച് പ്ലാൻ ചെയ്യാൻ കാരണമായി തീർന്നു. പക്ഷേ ഒത്തിരി പ്രതികൂലമുണ്ടായിരുന്നു, ഒത്തിരി സാമ്പത്തികമായ പ്രതികൂലങ്ങൾ. സ്തോത്രം, ഒറ്റയ്ക്ക് നിൽക്കുവാൻ ബുദ്ധിമുട്ടായപ്പോൾ ഒരുപാട് പ്രയാസങ്ങൾ വന്നു. സ്തോത്രം. അങ്ങനെ ഞങ്ങൾ കൊട്ടാരക്കരയിൽ നിന്ന് ചർച്ച എന്നെ ഈ അരമ ചാനലിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സുധീഷ് കുമാർ എന്നത്, അവരും ഹൈന്ദവ പശ്ചാത്തലത്തിൽ നിന്ന് രക്ഷിക്കപ്പെട്ട കുടുംബമാണ്. വലിയൊരു കുടുംബമാണ്. അവിടെയാണ് ഞങ്ങളുടെ പ്രയർ ഇപ്പോൾ നടക്കുന്നത്. പുതിയ വിശ്വാസികൾ വരാൻ കാരണമായി തീർന്നു. ഞങ്ങൾ ഈ ദേശത്ത് ഞങ്ങളുടെ സാക്ഷ്യത്തോടെ ദൈവം നിർത്തിയ വലിയ ദൈവത്തിന്റെ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. അതുപോലെ തന്നെ എൻ്റെ അപ്പനും അമ്മയെല്ലാം നീ പോയ വഴിയിൽ ഞങ്ങൾ വരുത്തില്ലെന്ന് പറഞ്ഞവരെ സ്വർഗത്തിൽ ദൈവം അവരെ തൊടുവാൻ കാരണമായി തീർന്നു. അവരെല്ലാം രക്ഷയുടെ അനുഭവത്തിലേക്ക് വരുവാൻ കാരണമായി തീർന്നു. അതുപോലെ തന്നെ എൻ്റെ ബന്ധുമിത്രാദികൾ പലരും സ്തോത്രം, എൻ്റെ വൈഫിൻ്റെ വിശ്വാസവും അവളുടെ
ദൈവം കൊടുത്ത ജീവൻ, അല്ലെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ ചിന്തിക്കുകയായിരുന്നു, എൻ്റെ വൈഫിൻ്റെ വീടിൻ്റെ ചുറ്റുപാട് അനേക കിഡ്നി രോഗികളുണ്ടായിരുന്നു, ചെറുപ്പക്കാരുണ്ടായിരുന്നു, അനേക പേഷ്യൻസ് ഉണ്ട്. അവരൊന്നും ഇപ്പോൾ ലോകത്തിലില്ല. സ്തോത്രം, ഹല്ലേലൂയ. എൻ്റെ വൈഫ് എന്നോട് പറയും, അനേകര് സ്തോത്രം എന്നെ കണ്ട് നിനക്ക് രോഗം വന്നല്ലോ, വീണ്ടും രോഗം വന്നല്ലോ സ്തോത്രം എന്ന അല്ലെങ്കിൽ ഹൃദയത്തിൽ അങ്ങനെ ഒരു വിഷമത്തോട് നോക്കിയവർ അനേകരുണ്ട്. സ്തോത്രം. പക്ഷേ അവരാരും ഇപ്പൊ ഈ ലോകത്തിലില്ല. അതിൽ പലരും രോഗങ്ങളാൽ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു. പക്ഷേ ദൈവം എൻ്റെ വൈഫിനെ നിലനിർത്തിയ, അല്ലെങ്കിൽ ജീവനോട് നിർത്തിയ ദൈവത്തിന്റെ വലിയ കൃപയ്ക്കാണ് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നത്. ഈ ചാനലിൽ എൻ്റെ സാക്ഷ്യം കേൾക്കുന്നവർ, അതിൽ ജീവിക്കുന്ന ഒരു ദൈവം അതിൽ ഉണ്ട് എന്ന് ഞാൻ ഇന്നും വിശ്വസിക്കുന്നു. നിങ്ങളും വിശ്വസിക്കേണ്ടതിന് ഞാൻ എൻ്റെ സാക്ഷ്യം നിങ്ങളിൽ പറയുകയാണ്. നിങ്ങൾക്ക് സ്തോത്രം, യേശു കർത്താവിനെ രക്ഷകനായി സ്വീകരിക്കാമെങ്കിൽ അതിൽ അവൻ ജീവൻ തരുന്നൊരു ദൈവമാണ്. ഹല്ലേലൂയ. എന്നെ തിന്നുന്നവൻ അനുകൂലം ജീവിക്കുമെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നത് പോലെ സ്തോത്രം, ഞങ്ങൾ ശക്തമായി ദൈവരാജ്യത്തിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ ദൈവത്തിൽ സമർപ്പിക്കപ്പെട്ടവരായി ഇന്നും ആയിരിക്കുന്നു. സ്തോത്രം. ചെറിയ ചെറിയ പ്രതികൂലങ്ങളും വിഷയങ്ങളും കൊണ്ട് പലപ്പോഴും അതിനുശേഷം വൈഫിന് ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞ 1-2 അനുഭവങ്ങളുണ്ടായി. ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുന്ന പല കേസുകളുണ്ടായി. പക്ഷെ അവിടെ നിന്നെല്ലാം ഞാൻ ഓർക്കുന്നു, കഴിഞ്ഞ ഒരു 6 മാസത്തിന് മുമ്പ് വൈഫിന് ഒത്തിരി അസുഖമുണ്ടായിട്ട്, സീരിയസ് ആയിട്ട് അസുഖമുണ്ടായി, ബ്ലഡ് കുറയുന്ന അനുഭവം ഉണ്ടായി. സോദർ മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിൽ ഒരാഴ്ച അഡ്മിറ്റായി. അവിടെ വെച്ച് ഡോക്ടേഴ്സ് പല ടെസ്റ്റുകൾ ചെയ്തു. പക്ഷെ അസുഖങ്ങളൊന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല. എന്തുകൊണ്ട് ഈ ബ്ലഡ് ശരീരത്തിൽ കുറയുന്നു? സ്തോത്രം, ഹല്ലേലൂയ. അങ്ങനെ ഇരിക്കുമ്പോൾ പല ടെസ്റ്റുകൾ ചെയ്ത് നോക്കി. പക്ഷെ അവർക്കൊന്നും കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. അവസാനം ബോൺ മാരേജ് ചെയ്യണമെന്ന് പറഞ്ഞു. ഞങ്ങൾ ഒത്തിരി വിഷമത്തോടെ ആയി. കർത്താവെ, ഞങ്ങൾക്ക് അല്ലെങ്കിൽ എൻ്റെ വൈഫിന് ദൈവം ജീവൻ കൊടുക്കുക, ദർശനത്തിലൂടെ ദൈവം വെളിപ്പെട്ടത്. സ്തോത്രം, എന്താ ഇങ്ങനെ ഒരു പ്രയാസം വന്നത് എന്ന് ചിന്തിച്ചു. പക്ഷേ ദൈവം അതിനൊന്നും ഒരു മാരേജ് ടെസ്റ്റ് ചെയ്യാനൊന്നും ദൈവം അനുവദിച്ചില്ല. ഹല്ലേലൂയ, സ്തോത്രം. അവിടെ നിന്ന് ഞങ്ങൾ ഞായറാഴ്ച ആരാധനയ്ക്ക് പോകണമെന്ന് അവിടെ നിന്ന് ഞങ്ങൾ ഡിസാറ് വാങ്ങി നാട്ടിലേക്ക്, കൊട്ടാരക്കരയ്ക്ക് വരുവാൻ കാരണമായി തീർന്നു. അന്ന് മുതൽ ദൈവം പ്രവർത്തിക്കാൻ തുടങ്ങി. HB ഹൈയാവാൻ തുടങ്ങി. ദൈവം അത്ഭുതമായി, ഒരു മെഡിസിനും കഴിക്കാതെ ദൈവം അത്ഭുതകരമായിട്ട് HB കൂടി, അല്ലെങ്കിൽ ബ്ലഡിന്റെ കൗണ്ട് കൂടുവാൻ തുടങ്ങി. ആരോഗ്യം വീണ്ടും തരുവാൻ അത് പല സാഹചര്യങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായി. എന്ന് വെച്ചാൽ കർത്താവ് പല ഗിഫ്റ്റുകൾ ഞങ്ങളുടെ മേൽ പകരുവാൻ കാരണമായി തീർന്നു. എന്ന് വെച്ചാൽ ശുശ്രൂഷയിലെല്ലാം ഞങ്ങൾ കാണുവാൻ ഭൂതങ്ങളുടെ മേൽ അധികാരം, ഞങ്ങൾക്ക് രണ്ടുപേർക്കും ശക്തമായി ഭൂതത്തിന് മേൽ അധികാരം ദൈവം തന്നു. കൃപാവരങ്ങൾ തരുവാൻ തുടങ്ങി. ഞാൻ ഓർക്കുന്നു, സ്തോത്രം, ഞാൻ രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്ന കാലഘട്ടത്തിലൊക്കെ ഞാൻ രാത്രി ഉറങ്ങുന്ന സമയത്ത് ബൈബിൾ, എനിക്കറിയാത്ത ബൈബിൾ ഭാഗങ്ങൾ എൻ്റെ ദർശനത്തിൽ, എൻ്റെ സ്വപ്നത്തിൽ ഇങ്ങനെ വരുമായിരുന്നു. ഹല്ലേലൂയ. അങ്ങനെ വളരെ ഗിഫ്റ്റുകൾ, സ്തോത്രം, ഭൂതത്തിന്റെ മേലും ലോകത്തിന്റെ മേലും എല്ലാം അധികാരം ദൈവം ഞങ്ങൾക്ക് തരാൻ തുടങ്ങി. ഹല്ലേലൂയ. സോ അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രാർത്ഥനാ ജീവിതവും ഒരു സഭാ വർധനവുമല്ല ഞങ്ങളുടെ സഭയിൽ അനേകര് കൂടുവാൻ തുടങ്ങി. പ്രത്യേകിച്ചും ഹൈന്ദവ പശ്ചാത്തലത്തിൽ നിന്ന് അനേകര് വിശ്വാസത്തിലേക്ക് വരുവാനും അനേകരെ സ്നാനപ്പെടുത്തുവാനും എല്ലാം കർത്താവ് എനിക്ക് ഭാഗ്യം തന്നു. സോദരൻ, ഞാൻ ആദ്യമായിട്ടാണ് ഒരു ചാനലിൽ ഇങ്ങനെ ഒരു സാക്ഷ്യമായിട്ട് ഇന്റർവ്യൂവിൽ പങ്കെടുക്കുന്നത്. അതിൻ്റെതായ കുറച്ച് പോരായ്മകളുണ്ട്. എന്നാലും ദൈവം എത്രത്തോളം എന്നെ നിർത്തി ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അല്ലെങ്കിൽ അതിന് അവസരങ്ങൾ തന്ന ചാനലിനോടും പാസ്റ്റർ ഡാനിയൽ ജോണിനോടും അവരോടും ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. സ്തോത്രം. തുടർന്നും ഞങ്ങൾക്ക് വേണ്ടി, ഞങ്ങളുടെ മിനിസ്ട്രിക്ക് വേണ്ടി ഈ ചാനലിൽ കാണുന്ന എല്ലാവരും ശക്തമായി പ്രാർത്ഥിക്കണം. ഈ ദേശത്ത്, കൊട്ടാരക്കര പട്ടണത്തിൽ മാത്രമല്ല, ദേശങ്ങളിൽ, രാജ്യങ്ങളിൽ, പട്ടണങ്ങളിൽ ദൈവരാജ്യത്തെ ഉയർത്തുവാൻ, ദൈവനാമത്തെ ഉയർത്തുവാൻ അടിയങ്ങൾക്ക് ദൈവം വളരെ ശക്തിയും ബലവും തരട്ടെ എന്ന് ഞാൻ ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. ഇനിയും അനേക സംഭവങ്ങൾ, മറക്കാനാകാത്ത അനേക സംഭവങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഒരു ദിവസം എനിക്ക് തോന്നുന്നു, ഞാനും വൈഫ് മൂന്നാറിൽ നിന്ന് സ്തോത്രം യാത്ര ചെയ്ത് പോകുമ്പോൾ വണ്ടിയുടെ കാറിന്റെ ബ്രേക്ക് മിസ്സാവുന്ന പോലെ തോന്നി. സ്തോത്രം. പക്ഷേ
ആക്സിഡന്റ് ഒന്നും ഉണ്ടാകാതെ ദൈവം ആ ഫോറസ്റ്റിലൂടെ അല്ലെങ്കിൽ ആ ഇറക്കത്തിലൂടെ പോകുവാൻ ദൈവം അവിടെ വെച്ച് പെട്രോൾ, എനിക്ക് തോന്നുന്നു ഞാൻ മൂന്നാറിൽ നിന്ന് കയറുമ്പോൾ മറയൂർ വന്ന് പെട്രോൾ അടിക്കാൻ വന്ന, പെട്രോൾ കുറവായിരുന്നു, പെട്രോൾ അടിക്കാമെന്ന് വിചാരിച്ചു വന്നു. പക്ഷെ മറയൂർ വന്നപ്പോൾ പെട്രോൾ പമ്പ് ക്ലോസ് ആയിരുന്നു. ഞാനും എൻ്റെ വൈഫും പ്രാർത്ഥിച്ചു. സ്തോത്രം. എനിക്ക് ഉടുമൽപേട്ട വരുന്നത് വരെ, അല്ല, ഒരു പെട്രോൾ പമ്പ് വരുന്നത് വരെ, സ്തോത്രം, ദൈവം അതിനകത്തെ പെട്രോള് തന്ന് ഞങ്ങളെ വളരെ സേഫ്റ്റിയോടെ ദൈവം അവിടെ കൊണ്ടുവരുവാൻ കാരണമായി. ഞങ്ങളുടെ ജീവിതത്തിൽ നല്ല സാമ്പത്തിക പ്രതിസന്ധി വന്നപ്പോഴെല്ലാം ദൈവം അതിനകത്ത് വലിയ വിടുതലുകൾ തരുവാൻ, അല്ലെങ്കിൽ ഒത്തിരി സാഹചര്യങ്ങൾ ലക്ഷക്കണക്കിന് രൂപ എൻ്റെ വൈഫിൻ്റെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി ചെലവായി. പക്ഷെ അവിടെ എല്ലാം ദൈവം അത്ഭുതകരമായിട്ട് ദൈവം നടത്തി. സ്തോത്രം. എനിക്ക് തോന്നുന്നു എൻ്റെ വൈഫിന് ഒരു കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്ന സമയത്ത് ഒരു കിഡ്നി ഡൊണേറ്റ് ചെയ്യാനായിട്ട്, അല്ലാതെ വാങ്ങിക്കുവാനുള്ള സാമ്പത്തിക ശേഷിയില്ല. സ്തോത്രം. അങ്ങനെ ഇരിക്കുമ്പോൾ കോട്ടയത്തുള്ള ഒരു ആൻറ്റി ഞങ്ങൾക്ക് വൈഫിന് കിഡ്നി നൽകുവാനായിട്ട്, ഡൊണേറ്റ് ചെയ്യുവാനായിട്ട് വില്ലിംഗ് ആയി വരികയും, സ്തോത്രം, അവർ തന്നെ അതിന് ഹോസ്പിറ്റൽ ചെലവ് ആവശ്യമായ പൈസ എല്ലാം അവർ തന്നെ തരുവാനായിട്ട് എല്ലാം ദൈവം മുഖാന്തരങ്ങൾ, വഴികൾ ഒരുക്കി. അതെല്ലാം വളരെ അത്ഭുതകരമായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. അതായത് ഞങ്ങളുടെ വഴികളിലെല്ലാം ദൈവം വലിയ വലിയ അത്ഭുതങ്ങൾ ചെയ്തത് കണ്ട് ഞങ്ങൾക്ക് സന്തോഷിക്കാൻ കാരണമായി തീർന്നു. സ്തോത്രം. എനിക്ക് തോന്നുന്നു ദൈവം ഞങ്ങളെ അത്ഭുതങ്ങളിലൂടെ നടത്തുന്നത്, അത്ഭുതങ്ങളിലൂടെ കടത്തിവിടുന്നത് വിശ്വാസത്തിൽ ഉറയ്ക്കുവാനും, ജീവിക്കുന്ന ഒരു ദൈവം നിന്റെ കൂടെ ഉണ്ടെന്നുള്ളൊരു പ്രത്യാശ ഉണ്ടാകുവാനായിട്ടെല്ലാം അത് കാരണമായി തീർന്നു. സ്തോത്രം. ഞാൻ എൻ്റെ ജോലി സംബന്ധമായിട്ട് തിരുപ്പൂരിലായിരിക്കുമ്പോൾ വളരെ സ്തോത്രം ചെറിയ ചെറിയ ജോലികൾ ചെയ്തു. സ്തോത്രം. അവസാനം ഞാൻ ആ ടെക്സ്റ്റൈലിൽ ജോലി ചെയ്യുന്ന സമയത്ത് ഞാൻ എൻ്റെ പൊസിഷനുകൾ മാറാൻ തുടങ്ങി. ഒരു കമ്പനിയുടെ ക്വാളിറ്റി മാനേജറായിട്ട് ജോലി ചെയ്യുവാനായിട്ട് എല്ലാം ദൈവം വഴിയൊരുക്കി. സ്തോത്രം. അന്ന് ക്വാളിറ്റി ഡിപ്പാർട്ട്മെന്റിൽ ഇരിക്കുമ്പോൾ അനേക കുഞ്ഞുങ്ങൾ കേരളത്തിലും ഒക്കെ പഠിച്ച്, ടെക്സ്റ്റൈലൊക്കെ പഠിച്ച്, ഫാഷൻ ഡിസൈനിങ് ഒക്കെ പഠിച്ച് അനേക ചെറുപ്പക്കാർ, സ്തോത്രം, ആൺപിള്ളേരും പെൺപിള്ളേരും എല്ലാം ഞങ്ങളുടെ ഫാക്ടറിയിൽ വരുവാനെല്ലാം കാരണമായി തീരുമ്പോൾ അവരോടെല്ലാം അവർക്കെല്ലാം ട്രെയിനിങ് കൊടുക്കുന്ന സമയത്ത് ക്വാളിറ്റി ഡിപ്പാർട്ട്മെന്റിൽ അവർ 50-100 പിള്ളേരൊക്കെ എനിക്ക് ഒറ്റ നിമിഷം എനിക്ക് എൻ്റെ കസ്റ്റഡിയിൽ കിട്ടുമായിരുന്നു. സ്തോത്രം. ഞാൻ അവർക്ക് ടെക്സ്റ്റൈലിന്റെ ക്വാളിറ്റി പറഞ്ഞു കൊടുക്കുന്നതിനുപരിയായി യേശുവിനെ കൊടുക്കുവാൻ കാരണമായി തീർന്നു. ഹല്ലേലൂയ. അവരോടെല്ലാം എൻ്റെ സാക്ഷ്യം പറയുവാനും, സ്തോത്രം, എന്നെ വിടുവിച്ച ദൈവം നിങ്ങളെയും വിടുവിക്കും. യേശു കർത്താവ് മാത്രം ജീവനുള്ള ദൈവം, നിത്യജീവനിൽ പ്രവേശിക്കുവാൻ യേശു കർത്താവിനെ വിശ്വസിക്കണമെന്ന് അവരോടെല്ലാം പറയും. അനേക ചെറുപ്പക്കാരോട് ഞാൻ സുവിശേഷം പറയാനെല്ലാം കാരണമായി തീർന്നു. സ്തോത്രം. അതിനെല്ലാം ഞാൻ ഓർക്കുന്നുള്ള ദൈവവചനം, തൻ്റെ ഏകജാതന പുത്രനെ വിശ്വസിക്കുന്ന ഇവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അവനെ നൽകുവാൻ തക്കവണ്ണം ദൈവം ലോകത്തെ സ്നേഹിച്ചു. സ്തോത്രം. എന്നെയും നിങ്ങളെയും ഈ കേൾക്കുന്നവരെല്ലാം ദൈവം സ്നേഹിക്കുന്നു. എന്തിനാ? നിത്യരാജ്യത്തിന്റെ അവകാശികളായി തീരുവാൻ. ഹല്ലേലൂയ. സ്തോത്രം. ഇവിടെ 60, 70, 80, ഏറെയായാൽ 80 മാത്രം. ഹല്ലേലൂയ. സ്തോത്രം. പക്ഷേ നമുക്ക് പെർമനന്റ് ആയിട്ട്, ഹല്ലേലൂയ, സ്തോത്രം, ഒരു നിത്യമായ ഒരു ഭവനം സ്വർഗത്തിൽ ദൈവം നമ്മൾക്ക് വേണ്ടി ഒരുക്കുന്നുണ്ട്. ആ ഒരു പ്രത്യാശയാണ് ഞാൻ യേശു കർത്താവിനെ വിശ്വസിക്കുവാനും രക്ഷകനായി സ്വീകരിക്കുവാനുള്ള കാരണം എനിക്കൊരു രോഗം വന്നതുകൊണ്ടോ മറ്റു ബുദ്ധിമുട്ടുകൾ വന്നതുകൊണ്ടോ അല്ല. യേശു കർത്താവിൽ മാത്രമാണ് നിത്യജീവൻ. മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് ഇന്നും പിതാവിന്റെ വലതുഭാഗത്ത് നമ്മൾക്ക് വേണ്ടി മധ്യസ്ഥ അണയ്ക്കുന്ന കർത്താവ്. ഹല്ലേലൂയ. സ്തോത്രം. എൻ്റെ പിതാവിന്റെ അടുക്കൽ അനേക വാസസ്ഥലങ്ങൾ ഉണ്ട് എന്നും ഞാൻ ഇരിക്കേണ്ടടുത്ത് നിങ്ങളും ഇരിക്കേണ്ടത്, ഹല്ലേലൂയ, സ്തോത്രം, അത് പറയുവാനായിട്ട്, സ്തോത്രം, കർത്താവ് കാരണമായി തീർന്നു. വചനത്തിലൂടെ നമ്മളോട് ഇടപെടുവാൻ കാരണമായി തീർന്നു. സ്തോത്രം. ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു, അതേ യോഹന്നാന്റെ സുവിശേഷം ദൈവവചനം എങ്ങനെ പറഞ്ഞു, അവൻ സ്വന്തത്തിലേക്ക് ഒന്നും സ്വന്തമായവരും അവനെ കൈക്കൊണ്ടില്ല. അതുകൊണ്ട് അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഇവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം നൽകി. ആ ഒരു അധികാരമാണ് ഹല്ലേലൂയ, സ്തോത്രം, ഹിന്ദുവായി ജനിച്ച, വിഗ്രഹങ്ങളെ സേവിച്ച, അതിൽ നിന്നും സ്തോത്രം ഒരു മോശം പ്രാപിക്കുക, സ്വർഗരാജ്യത്തിന്റെ അധികാരം പ്രാപിക്കാൻ അതിനകത്തൊന്നും കഴിയത്തില്ല. അതെല്ലാം അന്ധകാരമാണെന്നും ഇരുട്ടാണെന്നും, സ്തോത്രം, അതിന് ആ വിഗ്രഹങ്ങൾക്ക് വായുണ്ടെങ്കിലും സംസാരിക്കുന്നില്ല, കണ്ണുണ്ടെങ്കിലും കാണുന്നില്ല, ചെവിയുണ്ടെങ്കിലും കേൾക്കുന്നില്ല. ഹല്ലേലൂയ. ആ വിഗ്രഹങ്ങളെ ഉണ്ടാക്കിയവൻ അവരെ പോലെ ആയിത്തീരുമെന്ന് ദൈവവചനം പറയുമ്പോൾ, സ്തോത്രം, ആ അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സദ്ഗുണങ്ങളെ ഘോഷിപ്പാൻ ദൈവം ഇന്ന് ഈ പകലിലും ദൈവം നിർത്തി ഓർത്ത് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ.
സഹോദരൻ മരണമോ പ്രശ്നമോ പ്രതികൂലമോ എന്തും വന്നിടത്തെ ദൈവരാജ്യത്തിന് വേണ്ടി ശക്തമായി നിൽക്കുമെന്നുള്ളൊരു നിയോഗവും തീരുമാനവും എൻ്റെ ജീവിതത്തിൽ എടുക്കുവാൻ കാരണമായി തീർന്നു. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, നിങ്ങൾ വിശ്വസിക്കണം. ഹല്ലേലൂയ, സ്തോത്രം. യേശു കർത്താവാണ് വഴിയും സത്യവും ജീവനും. അതേ യേശുവിലൂടെ അല്ലാതെ സ്വർഗ്ഗരാജ്യത്ത് പിതാവിൻ്റെ അടുക്കൽ പോകുവാൻ വേറെ ഒരു വഴിയുമില്ല എന്നുള്ളതാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എൻ്റെ പേര് കലേഷ് എന്നാണ്, പാസ്റ്റർ കലേഷ്. ഹല്ലേലൂയ, സ്തോത്രം. ഞങ്ങൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഒരു ചർച്ച നടത്തുകയാണ്. മറ്റ് ഡിനോമിനേഷനായിട്ട് ഒരു ബന്ധവുമില്ല. ഞങ്ങൾ സ്വതന്ത്ര സഭയാണ്. ഈ ദിവസങ്ങളിൽ ഞങ്ങളൊരു ചർച്ചുമായിട്ട് ലിങ്കായി ഞങ്ങൾക്ക് സ്വന്തമായിട്ട് സഭയ്ക്ക് വേണ്ടി സ്ഥലമില്ല, ഒരു ഭവനത്തിലാണ് കൂട്ടായ്മ നടത്തുന്നത്. ഞങ്ങൾ ആഗ്രഹിക്കും, പ്രാർത്ഥന ചെയ്യുന്നത് സ്വന്തമായിട്ട് കർത്താവ് ഒരു സ്ഥലം തരും. ഇപ്പോൾ ഞങ്ങളുടെ ഈ മെയിൻ റോഡിൽ നിന്ന് ഒരു 2-3 കിലോമീറ്റർ ഉള്ളിലായിട്ടാണ് ഞങ്ങളുടെ പ്രാർത്ഥന നടക്കുന്നത്. വരാൻ അല്പം ബുദ്ധിമുട്ടുണ്ട്. ബസ് സർവീസുകളോ ഒന്നുമില്ല. വാഹനത്തിൽ വേണം ഞങ്ങളുടെ ചർച്ചിലേക്ക് വരാൻ പറ്റൂ, ഞങ്ങളുടെ മീറ്റിങ്ങിലേക്ക് വരാൻ പറ്റൂ. സ്തോത്രം. ഞാൻ മീറ്റിംഗ് നടത്തുന്ന ആ ഭവനത്തിൽ, അല്ലെങ്കിൽ എന്നെ ഈ അരമച്ചാൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത മനുഷ്യൻ സുധീഷ് കുമാർ, അദ്ദേഹത്തിൻ്റെ ഒരാഗ്രഹമാണ് അവിടെ തന്നെ. അദ്ദേഹവും ഒരു കുടുംബക്ഷേത്രവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇരിക്കുന്ന ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ ആഗ്രഹമാണ് അവിടെ ഒരു ചർച്ച് പ്ലാൻ ചെയ്യണം. അവിടെ സ്ഥലത്ത് ഒരു വലിയ ചർച്ച ഉണ്ടാകണമെന്ന അദ്ദേഹത്തിൻ്റെ ആഗ്രഹങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. ചെറിയൊരു ബിൽഡിംഗ് അവിടെ തരുവാനായിട്ട് കർത്താവ് ഞങ്ങൾ സഹായിക്കട്ടെ. സ്വതനായിട്ട് നിങ്ങളുടെ ശക്തമായ പ്രാർത്ഥന ആഗ്രഹിക്കുന്നു. എൻ്റെ ബാല്യകാലത്തുണ്ടായ ഒരു അനുഭവം ഞാൻ പറഞ്ഞായിരുന്നല്ലോ. ഞാൻ 2 പ്രാവശ്യം ശബരിമലയിൽ പോയിട്ടുണ്ട്. 2ാമത്തെ പ്രാവശ്യം പോകുമ്പോൾ സ്തോത്രം, ഞാൻ എൻ്റെ കുഞ്ഞു പ്രായമാണ്, ഏകദേശം 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് 2ാമത് ഞാൻ ശബരിമലയിലേക്ക് പോകുന്നത്. എൻ്റെ അമ്മാവന്മാരുടെ കൂടെ ഞാൻ പോകുന്ന അങ്കിൾ അവരൊക്കെ കൂടെയുണ്ട്. പക്ഷേ ആ പ്രതിഷ്ഠയിരിക്കുന്നു ആ സ്ഥലത്ത് എന്താ വെച്ചാൽ അവിടെ വളരെ വെളിച്ചമുള്ളതാണ്. വിളക്കൊക്കെ കത്തിച്ച് ഇങ്ങനെ ഭയങ്കര ബ്രൈറ്റ് ആയിട്ട് സ്വർണ്ണത്താൽ ഉണ്ടാക്കിയെടുത്ത ആ വിഗ്രഹമാണ്. സ്തോത്രം. പക്ഷേ എന്നെ ആ വിഗ്രഹത്തിന്റെ ദർശനം കാണുമ്പോൾ എന്നെ ഉയർത്തി, എൻ്റെ ഒരു അങ്കിൾ എന്നെ ഉയർത്തി ആ പ്രതിഷ്ഠയിൽ കാണിക്കുമ്പോൾ സ്തോത്രം, അവിടെ ഒരു അന്ധകാരം ഒന്നും എനിക്ക് കാണുവാൻ കഴിഞ്ഞില്ല. അന്ധകാരമായിട്ട് കാണുവാൻ. പിൽക്കാലത്ത് അല്ലെങ്കിൽ ഞാൻ രക്ഷിക്കപ്പെടുന്ന അനുഭവങ്ങൾ ദൈവനോട് സംസാരിച്ചു. സ്തോത്രം. ഹല്ലേലൂയ, സ്തോത്രം. അവിടെ ഓൾറെഡി അന്ധകാരമായിരുന്നു. അതുകൊണ്ട് കർത്താവ് അന്ധകാരത്തിൽ അത്ഭുത പ്രകാശത്തിലേക്ക് ദൈവം നമ്മെ വിളിച്ചെന്ന് എനിക്കൊരു ഉറപ്പും ധൈര്യവും സ്ഥാപിക്കുവാൻ കഴിഞ്ഞ അപ്പോസ്തലനായ പൗലോസിനെ പോലെ എരിവോടെ ഇപ്പോഴും ദൈവരാജ്യത്തിന് വേണ്ടി ശക്തമായി നിൽക്കുവാൻ കർത്താവ് എന്നെ സഹായിക്കുന്നു. ഇത്ര സമയം ഇങ്ങനെ ഒരു അവസരം തന്ന കർത്താവിദാസനാണ്. അത് ഈ ചാനലിനോടും ഒക്കെ നന്ദി പറയുന്നു. ഒരുപാട് സാക്ഷ്യങ്ങൾ ദൈവത്തിലുണ്ടെല്ലാം ഓർത്തെടുക്കുവാൻ പറ്റുന്നില്ല. എന്നാലും ദൈവം നടത്തിയ വഴികളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രത്യേകം പ്രാർത്ഥിക്കണം. എൻ്റെ വൈഫിൻ്റെ മാതാവും പിതാവുമെല്ലാം അവർക്ക് 2ാമത് ഇങ്ങനെ പ്രയാസമാണ്. അവരെല്ലാം ഹൈന്ദവ പശ്ചാത്തലത്തിലേക്ക് പോകുവാൻ തീർന്ന് അവരുടെ ബന്ധുക്കാരും ചർച്ചക്കാരെല്ലാം പറഞ്ഞു, ഇവർക്ക് വീണ്ടും അസുഖം വന്നല്ലോ, നിങ്ങൾ ഇങ്ങനെ ഒരു വിശ്വാസം പോയതുകൊണ്ടാണ് സംഭവിച്ചത്. ഞങ്ങൾക്ക് ഒരു കുടുംബക്ഷേത്രം ഈ കൊട്ടാരക്കര ഈ ടൗണിൽ തന്നെ കുടുംബക്ഷേത്രമുണ്ട്. അല്ലെങ്കിൽ എൻ്റെ ബന്ധുമിത്രാദികളെല്ലാവരും ഇപ്പോഴും നമ്മളെ വളരെ ജാഗ്രതയോടെ വീക്ഷിക്കുക. അതിൽ എന്താകും, എങ്ങനെയാകും എന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ട്. ഇപ്പോഴും നമ്മൾ യേശു കർത്താവിൽ തന്നെ ഉറച്ചു നിൽക്കുന്നില്ല. അവർക്ക് വളരെ ആശ്ചര്യമാണ്. പലരും നല്ല കാര്യങ്ങളോടെ, നല്ല ഒരു വിഷനോടെ നമ്മളെ നോക്കുന്ന അനുഭവങ്ങളുണ്ട്. സോദരം, ഞാനിപ്പോൾ താമസിക്കുന്ന ബൈപ്പാസിന്റെ ചുറ്റുപാടുമല്ല, ഞങ്ങളുടെ ബന്ധുമിത്രാദികളും ചർച്ചക്കാരും ഒക്കെ താമസിക്കുന്നു. സോദരം, കുടുംബക്ഷേത്രമുണ്ട്. സ്തോത്രം. പക്ഷേ ദൈവം ഇവരുടെ ഇടയിൽ ഞങ്ങളെ നിലനിർത്തുന്നത് ഓർത്ത് ശ്രദ്ധിക്കുന്നു. അനേകര് ഞാൻ ചിന്തിക്കുന്നു, ഇവിടെ BJPയുടെ കൗൺസിലറായി കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ ഇലക്ഷനിൽ നിന്നത് എൻ്റെ വൈഫിൻ്റെ ഒരു റിലേറ്റീവാണ്. അവർ BJPക്കാരിയാണ്. അല്ലെങ്കിൽ ആ ലേഡി എൻ്റെ അടുത്ത് വന്നു BJPക്ക് ഇലക്ഷൻ നിൽക്കുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കുവാൻ. ഹല്ലേലൂയ, സ്തോത്രം. അതുപോലെ തന്നെ ഞങ്ങൾ എതിർത്ത് അനേക കുടുംബങ്ങൾ അവരുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, അവരുടെ കുഞ്ഞുങ്ങളെ സ്കൂളിൽ പോകുന്നതിന് പ്രാർത്ഥിക്കുവാൻ എല്ലാം ഞങ്ങളെ അടുത്ത് കൊണ്ടുവരാറുണ്ട്. അതെല്ലാം വളരെ
ദൈവത്തിന്റെ പ്രവൃത്തിയാണ് ഞങ്ങൾ കാണുന്നത്. ഹല്ലേലൂയ. സ്തോത്രം. നിങ്ങളും ശക്തമായി ഞങ്ങളുടെ പ്രൈസ് കോഡ് മിനിസ്ട്രിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഞങ്ങളുടെ ശുശ്രൂഷകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും എൻ്റെ വലിയ ആഗ്രഹമാണ് ഇന്ത്യ മുഴുവനും സഞ്ചരിക്കണം, യാത്ര ചെയ്യണം. അവസരങ്ങൾ ഒരുക്കിയാൽ അനേക ദേശങ്ങളിൽ പോയി ദൈവത്തിന്റെ സാക്ഷിയായി നിൽപ്പാനെല്ലാം കർത്താവ് സഹായിക്കേണ്ടതിനായി നിങ്ങളുടെ പ്രാർത്ഥനയിൽ ചോദിക്കുന്നു. സ്തോത്രം. എൻ്റെ വൈഫിന്റെ സർജറിക്ക് ശേഷം ഞങ്ങൾ നാട്ടിൽ വരെ ഒത്തിരി പ്രയാസമൊക്കെ അനുഭവിക്കുന്ന സമയത്ത് സ്തോത്രം ഞാനൊരു തീരുമാനമെടുത്തു. വിദേശങ്ങളിൽ പോയി ജോലി ചെയ്യണം എന്ന് തീരുമാനിച്ച് ഞാൻ കർത്താവിൻ്റെ വേലയിലായിരിക്കുന്ന സമയത്ത് അത് വിട്ട് സ്തോത്രം ഞാൻ ചിന്തിക്കാറ് യോന ദൈവസന്നിധിയിൽ നിന്ന് ഓടിപ്പോയതുപോലെ ഇടയ്ക്ക് അങ്ങനെ ഒരു അനുഭവം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായി. ഞാൻ ഇതെല്ലാം ശുശ്രൂഷയെല്ലാം കളഞ്ഞ് ഞാൻ വിദേശത്തേക്ക് പോയി. എൻ്റെ ദിവസം പറഞ്ഞു. പക്ഷെ ഞാൻ പോയിടത്തെല്ലാം എനിക്ക് പരാജയമായിരുന്നു. എൻ്റെ ഒരു വസ്തു ഉണ്ടായിരുന്നു, അതെല്ലാം വിറ്റ് ലക്ഷങ്ങൾ ഒരു ഏജന്റിന് കൊണ്ടു അമേരിക്കയിലേക്ക് പോകാനായിട്ട് ഏജന്റിന് കൊടുത്തു. പക്ഷെ പോകുന്ന വഴിയെല്ലാം പരാജയപ്പെട്ടു, പോകാൻ പറ്റിയില്ല. അവിടുന്ന് വേറെ ദേശങ്ങളിലേക്ക് പോകാൻ കാരണമായി തീർന്നു. എൻ്റെ ഒരുപാട് പൈസ നഷ്ടമായി. അങ്ങനെ ഞാൻ ഇന്തോനേഷ്യ എന്ന ദേശത്ത് പോയി. അവിടെ എല്ലാം പരാജയപ്പെട്ട് തിരിച്ചു വന്നു. ദുബായി പോയി, അവിടെ നിന്ന് പരാജയപ്പെട്ട് തിരിച്ചു വന്നു. അങ്ങനെ എൻ്റെ ദൈവദാസൻ പറഞ്ഞു, നീ യോനയെ പോലെ തിരിച്ചു വന്നു. ഹല്ലേലൂയ. ദൈവത്തിന്റെ വാക്ക് കേട്ട് അനുസരിക്കാതെ യോനയ്ക്ക് പരാജയങ്ങൾ സംഭവിച്ചതുപോലെ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതാണ്. മടങ്ങി വരണം. അങ്ങനെ ഞാൻ മടങ്ങി വന്ന് പൂർണ്ണമായിട്ട് കർത്താവിന്റെ വേലയിൽ ഒത്തിരി നഷ്ടങ്ങളും പ്രയാസങ്ങളൊക്കെ ജീവിതത്തിൽ വന്നായിരുന്നു. പക്ഷെ അവിടെ നിന്നും ദൈവം കർത്താവ് ഓരോന്നായി മടക്കി തരികയാണ്. സ്തോത്രം. അതുകൊണ്ട് ഞങ്ങൾക്ക് കൊട്ടാരക്കര ടൗണിൽ സ്തോത്രം 2 ഭവനം ദൈവം തന്നു. സ്തോത്രം. ഒരു ഭവനം ഞങ്ങള് ചെറിയൊരു ഭവനം റെന്റ് കൊടുത്തേക്കാണ്. ഇപ്പോൾ താമസിക്കുന്ന വൈഫ് ഹൗസിലാണ് താമസിക്കുന്നത്. സ്തോത്രം. എവിടെ എന്നെ നിന്ദിച്ചോ, എവിടെ എന്നെ കുറ്റം പറഞ്ഞു, എവിടെ രക്ഷിച്ചോ, സ്തോത്രം, അവിടെ ദൈവം കാരണമായി തീർന്നു. ഇനി ഒരു സാക്ഷ്യം പറയാനുള്ളത്, എൻ്റെ വൈഫിന് സർജറിക്ക് ശേഷം ഏകദേശം 15,000 മെഡിസിൻ ആവശ്യമായിരുന്നു. 15,000 മാസം മെഡിസിൻ ആവശ്യം. സ്വതം ഞങ്ങൾ ഒത്തിരി ഭാരപ്പെട്ടു. ആവശ്യത്തിലെല്ലാം ഒത്തിരി ബുദ്ധിമുട്ടി. അത് കണ്ടെത്തുവാനായിട്ട് ഒത്തിരി ബുദ്ധിമുട്ടി. പക്ഷേ കാലങ്ങൾക്ക് ശേഷം എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഏകദേശം മാസം ഒരു 2,000-3,000 മെഡിസിൻ മതി. അങ്ങനെ ദൈവം മെഡിസിൻ എല്ലാം ഒത്തിരി മാറ്റം വരുത്തി. കർത്താവ് ഒരുപാട് വിഷയങ്ങൾ ദൈവം നമുക്ക് അത്ഭുതങ്ങൾ കർത്താവ് നമുക്ക് ചെയ്തു തന്നു. വലിയൊരു സാക്ഷ്യം ഞാനിങ്ങനെ പറയുന്നതുകൊണ്ട് ഒത്തിരി കാര്യങ്ങൾ ചിന്തിച്ച് പറയാനായിട്ടുണ്ട്. ഒത്തിരി അത്ഭുത സാക്ഷ്യങ്ങളിലൂടെ കർത്താവ് ഞങ്ങളെ നടത്തിയിട്ടുണ്ട്. അതെല്ലാം ഞാൻ സർവശക്തനായ ദൈവമാണ് എനിക്ക് വേണ്ടി ചെയ്തതെന്ന് ഞാനിപ്പോഴും ഉറപ്പോടെ വിശ്വസിക്കുന്നു. യേശുവാടെ ദൈവം പറഞ്ഞ പോലെ നീ ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കാം. സ്തോത്രം. മോശയോട് കൂടെ ഇരുന്നതുപോലെ ഞാൻ നിന്നോട് കൂടെ ഇരിക്കുമെന്ന് ദൈവത്തിന്റെ വാഗ്ദത്തം. ഹല്ലേലൂയ. അതുകൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ സ്വതമൊന്നുമില്ലെങ്കിലും വളരെ ഉറപ്പും ധൈര്യമുള്ള ദൈവം നടത്തും. ഇനി നടത്തുവാൻ ദൈവം ശക്തനാണ്. വിളിച്ച ദൈവം വിശ്വസനാണ്. വാക്കുമാറാത്ത ദൈവമാണ്. വാഗ്ദത്തങ്ങൾ വിശ്വസനാണെന്ന് ഇന്ന് പകലും ഞാൻ വിശ്വസിക്കുകയും സ്തോത്രം ആ ദൈവത്തിൽ നിന്ന് ഒരടി പോലും പിന്മാറി പോകാതെ ദൈവരാജ്യത്തിന് വേണ്ടി ശക്തമായി നിൽക്കണമെന്ന് വിശ്വസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ അനേക ഹൈന്ദവരോട് ഈ ദിവസങ്ങളിൽ സുവിശേഷം പറയുവാനും അവരെ കർത്താവിനെ നടത്തുവാനെല്ലാം ദൈവം കാരണമായി തീർന്നു. തിരുപ്പൂർ വെച്ചിട്ടുള്ള അനുഭവം ഞാൻ പറയുകയാണെങ്കിൽ, ഒരു ചെറുപ്പക്കാരനെ നേടുവാൻ വലിയ വലിയ കഷ്ടങ്ങൾ അനുഭവിക്കേണ്ടത് ഒരു ചെറുപ്പക്കാരനെ യേശുവിലേക്ക് നേടുക. ഒരു വയനാട്ടുകാരൻ അനീഷ് എന്ന് പറഞ്ഞ ഒരു ചെറുപ്പക്കാരനെ നേടുവാനായിട്ട് അദ്ദേഹം അവസാനം എന്നെ സ്റ്റേഷനിൽ കയറ്റി. സ്തോത്രം. അങ്ങനെ ഒത്തിരി കംപ്ലൈൻസുകൾ എനിക്കെതിരായിട്ട് ഒക്കെ ചെയ്തൊരു മനുഷ്യനായിരുന്നു. പക്ഷെ അവനെന്നോ സ്തോത്രം വയനാട് എന്ന പ്രദേശത്ത് ഒരു ചർച്ചിന്റെ അസിസ്റ്റന്റ് പാസ്റ്ററായിട്ട് സേവനം അനുഷ്ഠിക്കുന്നു. അതൊക്കെ ഓർക്കുമ്പോൾ ദൈവം എന്നിലൂടെ ചെയ്ത വലിയ പ്രവൃത്തികൾ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞിടയ്ക്ക് ഞാൻ കോയമ്പത്തൂർ എഞ്ചിനീയറിംഗ് പഠിക്കുന്ന 2 സഹോദരങ്ങളോട് സുവിശേഷം പറയുകയാണ്. ഞാൻ എൻ്റെ അടുത്ത് വരുന്ന, എനിക്ക് പ്രത്യേക പേഴ്സണൽ വാഞ്ചലിസം ദൈവം തന്നെ ഒരു ഗിഫ്റ്റ്. ഹല്ലേലൂയ. സ്വന്തം. അങ്ങനെ അനേക ചെറുപ്പക്കാരോട് യേശുവിനെ കുറിച്ച് പറയുവാനെല്ലാം ഈ ദിവസങ്ങളെല്ലാം ഞങ്ങൾ ചർച്ച നടത്തുന്ന ആ
വീടിന് ചുറ്റുപാടുമെല്ലാം ഹോസ്റ്റലുകൾ. അവിടെ ഒരു എഞ്ചിനീയറിംഗ് കോളേജുണ്ട്. അവിടെ ആൺപിള്ളേരും പെൺപിള്ളേരും ഒക്കെ താമസിക്കും. കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഒരു രാത്രി ബൈബിളുമായിട്ട് ഈ ഹോസ്റ്റലിലെല്ലാം കയറുവാനും ആ ചെറുപ്പക്കാരോടെല്ലാം യേശുവിനെ കുറിച്ച് പറയുന്നു. അതിനകത്ത് റോമൻ കാത്തലിക്സ് ഉണ്ട്, മുസ്ലിംസ് ഉണ്ട്, ഹിന്ദുസ് ഉണ്ട്. അവരോടെല്ലാം യേശുവിനെ കുറിച്ചും എൻ്റെ സാക്ഷ്യത്തെ ഒക്കെ പറയുവാനായിട്ട് മുഖാന്തരങ്ങളെ ദൈവം ഒരുക്കി. ഇനിയും സർവശക്തനായ ദൈവം അനേക സ്ഥലങ്ങളിൽ എന്നെ അയക്കണമെന്നുണ്ട്. ഈ ലോകത്തൊന്നും നേടിയില്ലെങ്കിലും കർത്താവിൻ്റെ വചനം പറയുന്നു പൗരത്വം സ്വർഗത്തിലാകുന്നു. ഹല്ലേലൂയ. കർത്താവ് വരുമെന്ന് ഞാൻ വിശ്വാസത്തോടെ കാത്തിരിക്കുന്നു. ഹല്ലേലൂയ. അങ്ങനെ ഒരു വിശ്വാസം ഉറപ്പിക്കുന്നു. ഹല്ലേലൂയ. പൗലോസ് പറയുന്നത്, എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാകും. ഹല്ലേലൂയ. അങ്ങനെ കർത്താവ് എൻ്റെ ശുശ്രൂഷ മേഖലകളിലെല്ലാം ദൈവം എന്നെ പരിപാലിക്കുന്നത് ഓർത്ത്, സംരക്ഷിക്കുന്നത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതിൽ അനുഭവങ്ങൾ പറയുവാൻ ഒരുപാടുണ്ട്. എന്നാലും ഞാൻ കൺഗ്രാജുലേഷനിലേക്ക് വരികയാണ്. ദൈവം ഇത്രത്തോളം ഒരു ചാനലിന്റെ മുമ്പിൽ ആദ്യമായിട്ട് അങ്ങനെയുള്ള സ്തോത്രം, എനിക്ക് വാക്കുകൾ സ്തോത്രം ഫിനിഷ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥകൾ ഉണ്ടാകുന്നുണ്ട്. എന്നാലും ഇത്രത്തോളം പറയുവാനായിട്ടെല്ലാം ദൈവം എനിക്ക് തന്നതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അതുപോലെ ആരം മാറ്റി ചാനൽ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അനേകർക്ക് അവരുടെ സാക്ഷ്യങ്ങൾ പുറത്തു കൊണ്ടുവരുവാനായിട്ട് ഈ മീഡിയ ഒത്തിരി ഉപകാരപ്പെടുന്നുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. കുമ്പനാടുള്ളൊരു രാജമാമ അമ്മയാണ് ആദ്യമായിട്ട് ആരമ TV കുറിച്ച് എന്നോട് പറയുന്നത്, മോനെ ആ ചാനലിൽ പോയി സാക്ഷ്യം പറയണം, രമ്യയുടെ സാക്ഷ്യം പറയണമെന്നൊക്കെ പറഞ്ഞു കുറെ നാളുകൾക്ക് മുമ്പ്. അങ്ങനെ അതിനുശേഷമാണ് ഈ സുധീഷ് കുമാർ ആരമ ചാനലിനെ കുറിച്ച് കേൾക്കുകയും അദ്ദേഹം എന്നോട് പറഞ്ഞു, കലേഷ ഇത് ഇതിനകത്ത് പോയി കലേഷൻ സാക്ഷ്യം പറയണമെന്നൊക്കെ പറഞ്ഞു. ഹല്ലേലൂയ. അങ്ങനെ ഒരു അവസരം ഒരു മാസത്തിന് മുമ്പ് താൻ്റെ ദാസൻ പ്രശ്നം ജോണ ഇങ്ങനെ എന്നെ വിളിക്കുകയും അങ്ങനെ ഒരു അവസരമൊക്കെ തന്നത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എൻ്റെ സാക്ഷ്യം അനേകർക്ക് ഒരു സാക്ഷ്യം മറ്റു സാക്ഷ്യത്തെ ഉളവാക്കുന്ന ദൈവത്തിൻ്റെ വചനമാണ്. അനേകർക്ക് അത് സാക്ഷ്യമായി തീരട്ടെ. അനേകർ രക്ഷയിലേക്കും യേശു കർത്താവിലേക്കും വരുവാൻ എൻ്റെ സാക്ഷ്യത്തിലൂടെ കാരണമായി തീരട്ടെ. എൻ്റെ വിശ്വാസം കൊണ്ടുവന്ന പ്രിയ ശയന കോട്ടയത്താണ് അദ്ദേഹം താമസിക്കുന്നത്, പാമ്പാടിയിൽ താമസിക്കുന്നു. അദ്ദേഹത്തിൻ്റെ കുടുംബം അവരെല്ലാവരും അവരുടെ സഹോദരങ്ങളെല്ലാം രണ്ടുപേരും അമേരിക്കയിലുണ്ട്, പാസ്റ്റർമാരായിട്ടുണ്ട്. അദ്ദേഹം സുവിശേഷ പ്രവർത്തനങ്ങളിൽ ഒത്തിരി എനിക്ക് തോന്നുന്നു ട്രൈബൽ മിഷൻ ആദിവാസി അട്ടപ്പാടിയിൽ ആദിവാസി ട്രൈബൽ മിഷനിൽ അദ്ദേഹം ജനറൽ സെക്രട്ടറി ആയിട്ട് സേവനം അന്വേഷിച്ച ഒരു മനുഷ്യനാണ്. സുവിശേഷത്തിന് ഒത്തിരി താല്പര്യമുള്ള മനുഷ്യൻ. കഴിഞ്ഞ ദിവസം എന്നെ കാണുവാനായിട്ട് കൊട്ടാരക്കര വന്നിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഒരു ചാനലിൽ ഞാൻ ഇന്റർവ്യൂ എടുക്കുന്നുണ്ട് എന്ന് അദ്ദേഹത്തോട് പറയുവാൻ ഇടവന്നു. അദ്ദേഹത്തിന് ഒത്തിരി സന്തോഷമായി. അദ്ദേഹം ക്രിസ്തുവിലേക്ക് നടത്തിയ ഒരു മനുഷ്യനാണല്ലോ ഞാൻ. അന്നേരം അദ്ദേഹത്തിന് ഒത്തിരി സന്തോഷമായി. സ്തോത്രം. അദ്ദേഹം എന്നെക്കുറിച്ച് ഓർക്കുമ്പോൾ വളരെ സന്തോഷമാണ്. പലരിടത്തും പറയാറുണ്ട്. അദ്ദേഹത്തിന് കിട്ടുന്ന ചാൻസുകളെല്ലാം എന്നെ സാക്ഷ്യം പറയാനായിട്ട് പല മീറ്റിങ്ങുകൾ എന്നെ ക്ഷണിക്കാറുണ്ട്. ഹല്ലേലൂയ. അതുപോലെ തന്നെ എനിക്കും ആത്മീയ പുത്രന്മാരുണ്ട്. അവര് ദൈവത്താൽ പ്രയോജനപ്പെടുന്നു എന്ന് കാണുമ്പോൾ എനിക്കും ഒത്തിരി സന്തോഷമുണ്ട്. സ്തോത്രം. ഇനിയും അനേക സ്റ്റേജുകളിൽ, അനേക ദേശങ്ങളിൽ, പട്ടണങ്ങളിൽ, ഗ്രാമത്തിൽ ദൈവനാമത്തെ ഉയർത്തുവാൻ സർവ കൃപാലുവായ ദൈവം സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥന ചോദിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ചുരുക്കുന്നു. ദൈവം ധാരാളമായി എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഞാൻ ഒരു വാക്ക് പ്രാർത്ഥിക്കും. പരിശുദ്ധനായ ദൈവമേ, ശ്രീ കർത്താവേ, അരോമ ചാനലിൽ അടിയന് ഇത്രയും സമയം അനുഭവ സാക്ഷ്യങ്ങൾ പറയുവാൻ സ്വർഗത്തിലെ ദൈവം തന്നവൻ നല്ല അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇത് കാണുന്നവരെല്ലാം ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുവാൻ കാരണമായി തീരട്ടെ. ഈ ചാനല് നടത്തുന്ന കർത്താവിൻ്റെ ദാസനെ പാസ്റ്റർ ദൈവവരങ്ങളിൽ പ്രാർത്ഥിക്കുന്നു. കർത്താവ് ദാസന് കൊടുത്ത ഈ വലിയ ദർശനത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. സ്തോത്രം. ഇനിയും അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അനേകർ യേശുക്രിസ്തു നടത്തുവാൻ അടിയന് അവസരങ്ങളെ ദൈവം തരട്ടെ. ഈ ചാനൽ ദൈവം അനുഗ്രഹിക്കട്ടെ. കാണുന്നവരെല്ലാം ദൈവം മാനിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. എൻ്റെ വൈഫ് അടുത്ത ദിവസം ഈ ചാനലിൽ സാക്ഷ്യം പറയാൻ വരുന്നുണ്ടല്ലോ. അവളെയും കർത്താവ് ശക്തിപ്പെടുത്തുവാൻ
അവസരത്തിൽ പ്രാർത്ഥിക്കുന്നു. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥന കേട്ട കൃപയ്ക്കായി നന്ദി. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ. താങ്ക് യു കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ പ്രിയ കലേഷ് കുമാർ അവറുകൾ. ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളിലേക്ക് തിരിഞ്ഞൊന്നുകൂടെ യാത്ര ചെയ്യുവാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കർത്താവ് കൃപ ചെയ്തത് ഓർത്ത് ഞാൻ ദൈവത്തിന് മഹത്വം കരയേറ്റുന്നു. കർത്താവിൻ്റെ ദാസനുള്ളതായ നന്ദിയും കടപ്പാടും വിതരണത്തിൽ അറിയിക്കുന്നു. ഒരു RSS പ്രവർത്തകനായി ജീവിതം യൗവനക്കാലം ആരംഭിച്ച് ലോകത്തിന് വേണ്ടി ഏതെല്ലാം മേഖലകളിൽ സഞ്ചരിച്ച് പ്രയോജനപ്പെടുവാൻ ഒരു പക്ഷെങ്കിൽ ആ ഒരു നിലവാരത്തിലൂടെ പോകാമായിരുന്നു. എന്നാൽ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ പദ്ധതി മറ്റൊന്നായിരുന്നത് കൊണ്ട്, പ്രപഞ്ച സൃഷ്ടിക്ക് മുന്നമേ ദൈവം കണ്ടിരുന്നത് കൊണ്ട്, ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പ് മറ്റൊന്നായിരുന്നത് കൊണ്ട്, നമ്മൾ ആഗ്രഹിച്ച, നമ്മൾ തിരഞ്ഞെടുത്ത വഴികളിൽ നിന്ന് ദൈവം നമ്മെ തിരിച്ചു കൊണ്ടുവന്നു. ദൈവം നമ്മെ തിരിച്ചു കൊണ്ടുവന്ന ദൈവത്തിൻ്റെ പാതയിലേക്ക് നമ്മെ അനുനയിപ്പിക്കുവാനും വഴി നടത്തുവാനും കരം പിടിച്ച് കർത്താവിനോട് കൂടെ നിർത്തുവാനും ഇടയായി തീർന്ന ആ അനുഭവങ്ങൾക്കായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ കണ്ണ് തുറന്നു കഴിയുമ്പോൾ നമ്മുടെ ഹൃദയത്തിൻ്റെ കാഴ്ചപ്പാട് മാറുമ്പോൾ ശരിക്കും നമ്മുടെ ജീവിതം മാറുകയാണ്. ഇന്ന് ലോകത്ത് ഒരുപാട് സങ്കല്പങ്ങളുണ്ട്, ഒരുപാട് ചിന്താഗതികളുണ്ട്, ഒരുപാട് കാര്യങ്ങൾ നമ്മളെ അടിച്ചേൽപ്പിച്ചിരിക്കുന്ന ഒരുപാട് പാരമ്പര്യങ്ങളുണ്ട്. ചില സന്ദർഭങ്ങളിൽ അതൊക്കെ നമുക്ക് ശരിയാണെന്ന് തോന്നും, അതാണ് ശരിയെന്ന് തോന്നും. നമ്മളതിനു വേണ്ടി വാദിക്കും, അതിനുവേണ്ടി നിലകൊള്ളും. എന്നാൽ നമ്മെ സൃഷ്ടിച്ച നമ്മുടെ ഉടയവൻ, ശരിക്കും നമ്മുടെ സൃഷ്ടാവ്, നമ്മുടെ പിതാവ് സ്നേഹത്തോടെ നമ്മളോട് ഒരു കാര്യം പറയുമ്പോൾ നമ്മുടെ കണ്ണ് തുറക്കും, നമ്മുടെ ഹൃദയത്തിൻ്റെ ചിന്തകൾക്ക് മാറ്റം വരും. കർത്താവായ യേശു ക്രിസ്തുവിലൂടെ പ്രിയ കർത്താവിൻ്റെ ദാസൻ്റെ ജീവിതത്തിൽ ദൈവം ഇടപെട്ട് കഴിഞ്ഞപ്പോൾ ആ ഒരു നിലവാരത്തിലേക്ക് ദൈവം ജീവിതത്തെ മാറ്റുവാൻ ഇടയായി തീർന്നു. ഒരുപക്ഷെങ്കിൽ രാജസ്ഥാനിൽ പോയിട്ട് അവിടെ പഠിച്ച കാര്യങ്ങളോ ട്രെയിനിങ്ങുകളോ അനുസരിച്ച് വേണമെങ്കിൽ മുന്നോട്ട് പോകാമായിരുന്നു. അതല്ല മറ്റേതെങ്കിലും പഠന മേഖലയുമായി ബന്ധപ്പെട്ട് പഠിച്ച മേഖലയുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാമായിരുന്നു. അവിടെ നിന്നൊക്കെ ദൈവം തമിഴ്നാട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവിടെ വെച്ച് പ്രിയ അലക്സ് എന്ന് പറയുന്ന പ്രിയപ്പെട്ടവനെ പരിചയപ്പെടുവാൻ ഇടയായി തീർന്നു. അദ്ദേഹത്തിലൂടെ പകർന്നു കിട്ടിയതായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാട്, ദൈവത്തിൻ്റെ വചനം ജീവിതത്തെ സ്വാധീനിക്കുവാൻ ഇടയായി തീർന്നു. നമ്മൾ ആരുമായിട്ട് സമയം ചിലവഴിക്കുന്നുവോ, നമ്മുടെ കൂട്ടുകെട്ടുകൾ നടത്തുന്നുവോ, അതനുസരിച്ച് നമ്മുടെ ജീവിതം കെട്ടിപ്പടുക്കുവാൻ ഇടയായി തീർന്നു. കർത്താവിൻ്റെ ദാസൻ്റെ ജീവിതത്തിൽ അതെനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഏതെല്ലാം മേഖലകളുമായി ചേർന്ന് നിന്നോ അതൊക്കെ ജീവിതത്തെ സ്വാധീനിച്ചിട്ടുണ്ട്. എന്നാൽ ഒടുവിൽ കർത്താവായ യേശു ക്രിസ്തുവുമായിട്ട് ചേർന്ന് നിന്നപ്പോൾ ക്രിസ്തീയ സ്നേഹത്തിലേക്കും അതിൻ്റെ വിശാലതയിലേക്കും അതിൻ്റെ ആഴങ്ങളിലേക്കും ഇറങ്ങിയപ്പോൾ അതിൻ്റെ മാധുര്യം മറ്റൊന്നാണെന്ന് മനസ്സിലാക്കി മാറിപ്പോകാതെ അതിൽ ഉറച്ചു നിൽക്കുവാനും അനേക പ്രിയപ്പെട്ടവരെ ആ സത്യ വെളിച്ചത്തിലേക്ക് അനുനയിക്കുവാനും ഇന്ന് ദൈവം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. മാത്രമല്ല, തികച്ചും സാധാരണ യൗവനക്കാര് തിരഞ്ഞെടുക്കാത്ത ഒരു വഴി തിരഞ്ഞെടുത്ത് ഒരു ജീവിതം കൊടുക്കുവാൻ ഇടയായി തീർന്നു. പ്രിയ രമ്യ സഹോദരി വിവാഹത്തിന് മുന്നമേ തന്നെ താൻ കിഡ്നി പേഷ്യൻ്റാണ് എന്നുള്ള വിവരം അറിയിക്കുകയും ആ സഹോദരിയെ പൂർണ്ണ മനസ്സോടെ സന്തോഷത്തോടെ ജീവിതത്തിലേക്ക് സ്വീകരിച്ച് വളരെയേറെ ചികിത്സകളും ഭാരിച്ച ഉത്തരവാദിത്തങ്ങളും ഒത്തിരി സങ്കടകരമായ അനുഭവങ്ങളും ഒക്കെ ജീവിതത്തിൽ അഭിമുഖീകരിക്കേണ്ടുന്ന ഒരു സാഹചര്യത്തിൽ പോലും അങ്ങനെ ഒരു വിവാഹബന്ധത്തിൽ ഏർപ്പെടുകയും സന്തോഷകരമായ സമാധാനപരമായ
കർത്താവായ യേശു ക്രിസ്തുവിലൂടെയുള്ള ആശ്വാസം അനുഭവിച്ചുകൊണ്ട് ഒരു ആത്മീയ ജീവിതം നയിക്കുവാൻ, ആരോഗ്യകരമായ ഒരു ജീവിതം നയിക്കുവാൻ ഇന്ന് നിങ്ങളെ രണ്ടുപേരെയും ദൈവം സഹായിച്ചു കൊണ്ടിരിക്കുന്നു. അതിലൂടെ അനേക പ്രിയപ്പെട്ടവരോട് സുവിശേഷം പറയുവാൻ, ആ സദ്വർത്തമാനം പങ്കുവയ്ക്കുവാൻ കർത്താവ് സഹായിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് കേൾക്കുവാൻ കഴിഞ്ഞതോർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരാത്മീയ കൂട്ടായ്മയും മറ്റ് ശുശ്രൂഷകളുമൊക്കെ കർത്താവ് ഫലമേൽപ്പിച്ചിരിക്കുന്നല്ലോ. ഏറെ ആത്മാക്കളെ നേടുവാൻ, അനേകർക്ക് ആശ്വാസമായിരിക്കുവാൻ, അനേകർക്ക് കൈത്താങ്ങൽ കൊടുക്കുവാൻ ദൈവമായ കർത്താവ് നിങ്ങളെ കുടുംബമായി സഹായിക്കട്ടെ എന്ന് ഈ തരുണത്തിൽ ഞങ്ങളും ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അരോമ ടിവിയുടെ മാന്യ ശ്രോതാക്കൾക്ക് ഈ സാക്ഷ്യം ഒരു വേറിട്ട അനുഭവമായി തീർന്നുവെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ഈ പ്രിയ സഹോദരൻ്റെ ജീവിത അനുഭവം തീർച്ചയായിട്ടും ഒരുപാട് പ്രേക്ഷകർക്ക് പ്രത്യാശ വർദ്ധിപ്പിക്കുവാൻ, നിങ്ങളുടെ ഹൃദയ കണ്ണുകൾക്ക് വിശാലത വരുവാൻ, കാഴ്ചപ്പാടുകൾക്ക് ദീർഘവീക്ഷണം ഉണ്ടാകുവാൻ സഹായകരമായി തീരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ ഈ സാക്ഷ്യം കേട്ടതിന് ശേഷം പ്രിയപ്പെട്ടവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. അവരും കേട്ട് അനുഗ്രഹിക്കപ്പെടട്ടെ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ വിവരം അറിയിക്കുക. എല്ലാ തിങ്കളാഴ്ചയും രാത്രി 9 മണിക്ക് അരോമ ടിവിയുടെ ശ്രോതാക്കൾക്ക് വേണ്ടി വിശേഷ പ്രാർത്ഥന നടത്തുന്നു. അരോമ ടിവിയുടെ ശ്രോതാക്കളോടൊപ്പം സാക്ഷ്യം പറഞ്ഞ പ്രിയപ്പെട്ടവരും സമയം ചിലവഴിക്കുന്നു, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതിൽ നമുക്ക് ഒരുമിച്ച് സംബന്ധിക്കാം. ദൈവമായ കർത്താവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യവും വചനചിന്തയുമായി വീണ്ടും കൂടി കാണുമ്പോഴേയും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. ആമേൻ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com